ഇന്ന് എൻ്റെ കൂടെയുള്ള ആളെ പറ്റി ഞാൻ ഒത്തിരി പറയുന്നില്ല, കാരണം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. മാമ്പ തിരിഞ്ഞിരിക്കുന്നു. പാമ്പല്ല, റെഡ് മാമ്പ. ആന കളിക്കാൻ വന്നേ, കളിക്കല്ലേ ചുമ്മാ. ആന കളിക്കാൻ വന്നേ, ചുമ്മാ ഇരുപത്തി ആന കളിക്കാറിയോ? ആന കളിക്കാൻ ഈ തൊലിക്കട്ടി എവിടെന്നാ കിട്ടി? എവിടെ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല സത്യം പറഞ്ഞു. ബർത്ത് ഒന്നുമല്ല, ഞാൻ +2 വരെ ആണ്. ഞാൻ പെണ്ണിൻ്റെ അടുത്ത് മിണ്ടത്തോലും ഇല്ലായിരുന്നു. കുട്ടി സിംഗിളാണോ? അപ്പോൾ ഈ ഒറിജിനൽ പേര് റിവീൽ ചെയ്യുന്നില്ല എവിടെയും? ഇതുവരെ ചെയ്തിട്ടില്ല, ആർക്കും പറഞ്ഞിട്ടില്ല. അതെന്തോ? ഓക്കെ, ഇത്തരം കണ്ടന്റ്സ് ചെയ്യുന്ന സമയത്ത് വീട്ടുകാരുടെ ഒരു അഭിപ്രായം എന്തായിരുന്നു? ആദ്യം സപ്പോർട്ട് ഇല്ലായിരുന്നു, ഇഷ്ടമല്ലായിരുന്നു. വീട്ടുകാർ മാത്രമല്ല, ബന്ധുക്കാർ ഫുള്ള്. കൂട്ടുകാർ മാത്രമേ ഉള്ളായിരുന്നു, 2-3 കൂട്ടന്മാർ മാത്രമേ ഉള്ളായിരുന്നു. അന്നാണ് എൻ്റെ ഈ റെഡ് മാമ്പ ഉദിക്കുന്നത്. 20ാമത്തെ വയസ്സിൽ ഒരു കാറ്. അന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം വരുന്നത്. കാർ ഇപ്പോൾ കൂടെ ഇല്ല. കാറെന്തേ? കൊടുത്തോ? കാറ് കൊടുത്തോ? ഞാൻ ചോദിച്ച ഹലോ എവരിവൺ, ഇന്ന് എൻ്റെ കൂടെയുള്ള ആളെ പറ്റി ഞാൻ ഒത്തിരി പറയുന്നില്ല, കാരണം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. മാമ്പ തിരിഞ്ഞിരിക്കുന്നു. പാമ്പല്ല, റെഡ് മാമ്പ. റെഡ് മാമ്പ. ഓക്കെ, റെഡ് എന്നുള്ള എടുത്ത് പറയാം. റെഡ് മാമ്പ. ഓക്കെ, അത് എന്താ പേരിൻ്റെ അർത്ഥം? എന്താ പേരിൻ്റെ അർത്ഥം അങ്ങനെ ചോദിക്കരുത്. പക്ഷേ ഒരു പാമ്പിൻ്റെ കേരള ലോകത്തിലെ പോയിസണസ് സാധനം. കടിച്ച ചത്തും, കടിക്കേണ്ട ഊതിയാൽ മതി. മാമ്പ കേട്ടിട്ടില്ലേ? ബ്ലാക്ക് മാമ്പ ആണ് കൂടുതലുള്ളത്. എൻ്റെ ഒറിജിനൽ പേര് എന്നെ അറിയില്ല. മാമ്പ അറിയത്തില്ലേ? ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. എനിക്കറിയണ്ടല്ലോ എന്ത് സംഭവം. പേര് ഞാൻ ഇട്ടത് എൻ്റെ ഒരു കാറിൻ്റെ ഒരു ഓർമ്മയ്ക്കാട്ടാ. കാറിൻ്റെയോ? കാറുണ്ടായിരുന്നു. അപ്പോൾ കാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതിൽ നിന്നുള്ള പേരായത്. ഓക്കെ, അല്ല അപ്പോൾ ഈ പാമ്പ് എന്ന് പറയുമ്പോൾ ഇപ്പം പറഞ്ഞില്ലേ കടിച്ച ചത്തു പോകുന്നു, ഭയങ്കര പോയിസൺ ആണ്. അപ്പോൾ പേഴ്സണലി എങ്ങനെയാണ്? ഇല്ല, അകത്ത് വിഷം കുറവാണ്. കുറച്ച് കുറവാണ്. വിഷമില്ലാത്ത മാമ്പുകളും ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷെ പേരിങ്ങനെ ഇട്ടത് മാത്രം. അപ്പോൾ ഈ ഒറിജിനൽ പേര് റിവീൽ ചെയ്യുന്നില്ല എവിടെയും? ഇതുവരെ ചെയ്തിട്ടില്ല, ആർക്കും പറഞ്ഞിട്ടില്ല. അതെന്തോ? പേരിഷ്ടമല്ല? അല്ല, പുറത്ത് എനിക്ക് ഒറിജിനൽ പേര് പറഞ്ഞ ഇഷ്ടമല്ല, അതുകൊണ്ട്. അപ്പോൾ ഈ പുറത്ത് കണ്ടുപിടിച്ചിട്ട് വരും. പക്ഷേ ഓക്കെ, അറിയാവുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ കൂടെ പഠിച്ചിരുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ പരിചയമുള്ളവർ വഴി കിട്ടുമല്ലോ. പിന്നെ അവരൊന്ന് കണ്ടുപിടിക്കും, അതല്ലേ. അല്ല, ഇപ്പൊ പുറത്ത് പോകുമ്പോഴത്തേക്ക് ആളുകളൊക്കെ ചോദിക്കുന്നത് മാമ്പയല്ലേ, അങ്ങനെയാണോ ചോദിക്കുന്നത്? മാമ്പയല്ലേ അങ്ങനെ ചോദിക്കുന്നത്? റെഡ് മാമ്പ, മാമ്പഴം കളിക്കും. ഞാൻ സത്യം പറഞ്ഞ മാമ്പഴത്തിന്റെ അഴിക്കുമെന്ന് വിചാരിച്ചു. മാമ്പഴമൊക്കെ ഓരോരുത്തരും വിളിക്കും. മാമ്പഴ ഡാൻസ് വരാൻ പറയും. 1 കിലോ മേടിച്ചു തരാൻ കൊടുക്കാം. അറിയാൻ പറ്റത്തില്ല. ഓക്കെ, പ്രോപ്പർ ആയിട്ട് പ്ലേസ് എവിടെയാ? കൊല്ലം. ഓക്കെ, ഇപ്പൊ ഷൂട്ട്സും കാര്യങ്ങളൊക്കെ അവിടെയാണ് ചെയ്യുന്നത്. കൊല്ലംകാര് പൊളിയല്ലേ? വേറെ ജില്ലക്കാരത്ര പോരാ. ആര് പോരാ? വേറെയുള്ള ജില്ലക്കാരത്ര പോരാ. ഇവിടെ അത് കേൾക്കേണ്ടത് എല്ലാ സ്ഥലത്തും പോകാനുള്ളതാട്ടോ. ശരിയല്ലേ? ഓക്കെ, അപ്പൊ കൊല്ലംകാരുടെ സ്പെഷ്യൽ ഇഷ്ടം സ്വന്തം സ്ഥലമായതുകൊണ്ട്. സ്വന്തം സ്ഥലമായതുകൊണ്ടല്ല, ബേസിക്കലി എല്ലാം നോക്കുമ്പോൾ കൊല്ലം തന്നെ നല്ലത്. അതിപ്പോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്ഥലമല്ലേ പറയുള്ളൂ, സ്വാഭാവികം. അല്ലല്ല, വേറെ ജില്ലക്കാരുടെ ഞാൻ കുറച്ച് ചോദിച്ചപ്പോഴും കൊല്ലത്തെ പറ്റിയാണ് കൂടുതൽ ഇഷ്ടം. ഇത് ഞാൻ വിശ്വസിക്കണ വേണ്ട തീരുമാനിക്കാം. ഓക്കെ, എനിവേ ഇങ്ങനത്തെ ഒരു കോണ്ടന്റ്സ് അല്ലേ ഇപ്പം, അതായത് ഒരു പ്രാങ്ക് കോണ്ടന്റ്സ് ആണ് ചെയ്യുന്നത് അല്ലേ? ഇതിലേക്ക് എങ്ങനെയാണ് വരുന്നത്? എനിക്ക് പ്രാങ്ക് ചെയ്യാമെന്നുള്ളത് എന്തെങ്കിലും ഒരു ഇൻസ്പയർ ചെയ്തിട്ടാണോ? അല്ല, ഞാൻ ആദ്യം റീല് എടുക്കണമെന്ന് പറഞ്ഞ ഒരു ഇതിലായിരുന്നത്. പക്ഷേ കൂടെ ഒരുപാട് കൂട്ടുകാരെ, ഒരു ഗ്യാങ് വേണ്ട, ഒരു ടീമൊക്കെ. ഒറ്റയ്ക്ക് റീൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആരും സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് 2-3 കൂട്ടുകാരെ ഉള്ളായിരുന്നു ആദ്യം. അതായിപ്പം കൂടെ വന്നവർ തന്നെ. 2 കൂട്ടന്മാരെ കൂടെ ഉള്ളായിരുന്നു. അപ്പം ഒന്നിനും സമയം അധികം കിട്ടാതില്ലായിരുന്നു. പിന്നെ ആരും റീൽസിന് പുറത്തുനിന്നുള്ളവരെ വിളിക്കുമ്പോഴത്തേക്കും വരത്തില്ല. ഓക്കെ, പിന്നെ ഈ ക്യാമറയൊക്കെ വെളിയിൽ നിന്ന് വിളിക്കണമായിരുന്നു. ആദ്യ സമയത്ത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. പിന്നെ ഒറ്റയ്ക്ക് പൊരുതി വന്നെന്നൊക്കെ പറയത്തില്ലേ, ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ്. അത് തന്നെ. അങ്ങനെ അവസാനം ഒറ്റയ്ക്ക് ഞാൻ തന്നെ ഒരു വീഡിയോ ചുമ്മാ ചെയ്ത് കൂട്ടുകാരൻ പറഞ്ഞാൽ അങ്ങനെ ഒരു മറ്റേ ഉറങ്ങി കിടക്കുന്ന ആളുടെ തലയിൽ പോയി തൊടാൻ പറയും. അങ്ങനെ ഫസ്റ്റ് എടുക്കുന്ന വീഡിയോ, ഷൂട്ട് ചെയ്യുന്ന വീഡിയോ, വൈറലായ വീഡിയോ അല്ല, ഫസ്റ്റ് എടുക്കുന്ന വീഡിയോ. അങ്ങനെ ചെയ്ത് അങ്ങനെ പുറത്ത് വിട്ടപ്പോഴത്തേക്കും കൂട്ടുകാരെല്ലാം പറഞ്ഞ് നിനക്ക് നോർമൽ വീഡിയോസ് കാട്ടിയും ഇതായിരിക്കും ബെറ്റർ, തൊലി ഇച്ചിരി കൂടുതലുള്ളത് എനിക്ക് ഇതാണെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് തൊലി ഉണ്ടല്ലോ അല്ലേ? തൊലി പൊഴിക്കും അല്ലേ? അധികം പൊളിയത്തില്ല, ഇച്ചിരി പാടാ പൊളിയാൻ. അല്ല, ഞാൻ പറയട്ടെ, ഇതിലെ കണ്ടന്റ് ആ ഒരു ബസ് സ്റ്റാൻഡിൽ പോയിട്ടുള്ള ഒരു കണ്ടന്റ് ഞാൻ കണ്ടായിരുന്നു. അതേതായിരുന്നു? ബസ് സ്റ്റാൻഡിൽ പോയ മറ്റേ ഗ്യാസോ? ഓ, മനസ്സിലായോ? അത് തന്നെ. ഞാൻ ആ സംഭവം ഞാൻ കണ്ടപ്പോഴേ, അതായത്
നല്ല തൊലിക്കെട്ട് ചെയ്യണം, ഇച്ചിരി ഒന്നും പോരാ, അതും പെൺപിള്ളാര്. ഇതെങ്ങനെ സാധിക്കുന്നു? എന്ത് ഞാൻ പറഞ്ഞില്ലേ, ഉള്ളിൻ്റെ ഉള്ളിൽ ജസ്റ്റ് എന്തിനാ എല്ലാവരും പേടിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ പുറത്തുള്ള ഇതണക്കത്തെ വീഡിയോ ചെയ്തുകൂടെയെന്ന് ആലോചിക്കുന്നത്. എല്ലാവർക്കും പേടി. പക്ഷെ എനിക്കിങ്ങനെ പേടിയൊന്നും തോന്നുന്നില്ല. ഞാൻ ആൾക്കാരുടെ മുന്നിൽ ഫുള്ള് അവരെൻ്റെ കൂട്ടുകാരായിട്ട് പറഞ്ഞ രീതിയിലാണ് ചെയ്യുന്നത്. എൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഇത്രയേ ഉള്ളൂ ഞാൻ ആലോചിക്കുന്നത്. എന്തിനാ ഞാനറിഞ്ഞ് ഓവറാകുന്ന ചിലരൊക്കെ പെൺപിള്ളേരെ കാണുമ്പോഴത്തേക്ക് പ്രപ്പോസ് ചെയ്യുക അവൾ കൊള്ളാൻ കിട്ടില്ല എന്നൊക്കെ പറയാൻ ചെല്ലത്തില്ല, ഒന്ന് ഐ ലവ് യു ഒക്കെ പറയാൻ ചെല്ലത്തില്ല. ചിലർ പേടിച്ചു കൂടും. ഞാനൊക്കെ വീഡിയോ ചെയ്യുന്ന രീതിയിൽ ഡയറക്റ്റ് ചെയ്യുമെന്ന് പറയും. പക്ഷേ ഞാൻ ഒറിജിനലായിട്ട് പറയത്തില്ല. ഒറിജിനലായിട്ട് പറഞ്ഞാൽ ശരിയാവത്തില്ലല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര പേര് കൊടുക്കും? കമ്മിറ്റഡ് ആണോ? സമയമില്ല. കമ്മിറ്റഡ് ആണോ? അങ്ങനെയൊന്നും ചോദിക്കരുത്. അതൊക്കെ ചില പ്രൈവസി കാര്യങ്ങളൊക്കെ ഇല്ലേ. ഞാൻ അങ്ങനെ റിവീൽ ചെയ്യാറായിട്ടില്ല. ആയിട്ടില്ല. ഓക്കെ, എല്ലാം ഒരു സർപ്രൈസ്. എല്ലാം സർപ്രൈസ് ആണ്. വീട്ടുകാരൊരു കുട്ടിയെ കണ്ടുപിടിച്ചാലും അതേപോലെ കിട്ടും. അത്ര വീട്ടുകാർ പിന്നെ ഇത് വീട് നമ്മളോട് ഒറിജിനലായിട്ട് സംസാരിക്കാം. എളിമ വീട് അതല്ലല്ലോ. അത് ശരിയാ. ഇത്രയും തൊലിക്കട്ടിയുള്ള ആള് ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നു അല്ലേ? തൊലിക്കെട്ടുകളിൽ ഇങ്ങനെ തന്നെ സംസാരിക്കും, കുഴപ്പമുണ്ടോ? ഓക്കെ, ഇത്തരം കണ്ടന്റ്സ് ചെയ്യുന്ന സമയത്ത് വീട്ടുകാരുടെ ഒരു അഭിപ്രായം എന്തായിരുന്നു? ആദ്യം സപ്പോർട്ടില്ലായിരുന്നു, ഇഷ്ടമല്ലായിരുന്നു. വീട്ടുകാർ മാത്രമല്ല, ബന്ധുക്കാർ ഫുള്ള്. കൂട്ടുകാർ മാത്രമേ ഉള്ളായിരുന്നു, 2-3 കൂട്ടന്മാർ മാത്രമേ ഉള്ളായിരുന്നു സപ്പോർട്ട്. ആദ്യം ചെയ്യാനൊന്നും സമ്മതിച്ചില്ല വീട്ടുകാർ. ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു. നിന്നെപ്പോലെ എന്തുകൂടാ ഇങ്ങനെ കോപ്പറാത്തിനും കാണിച്ചു കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. പക്ഷെ ഇപ്പം അങ്ങനല്ല, വേണം. എന്തോ അഭിമാനം കണക്ക് തോന്നുന്നു വീട്ടുകാർക്കൊക്കെ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ പ്രാങ്കിൻ്റെ കാര്യത്തിൽ പറയുന്നത് തരികിടയാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഷോ. തരികിട എന്നുള്ള ഷോ അറിയത്തില്ല? പണ്ട് ഇത് നമ്മളെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അതുപോലെ തരികിട സാബു ചേട്ടനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോഗ്രാംസിൻ്റെ. അപ്പം അതിൽ നിന്നൊക്കെ വല്ല ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഞാൻ ആരെയും നോക്കിയിട്ടില്ല. ആരും നോക്കിയിട്ടില്ല, ഒറ്റയ്ക്കായിരുന്നു. എല്ലാം ഞാൻ തന്നെ എൻ്റെ സ്വന്തമായിട്ടുള്ള രീതി ചെയ്തു തന്നെ. പിന്നെ കൂട്ടുകാരന്മാർ പറഞ്ഞു, ഒറ്റ കൂട്ടുകാരുണ്ട്, അവനാ എനിക്ക് കണ്ണൻ്റെ കൂടെ പറഞ്ഞു തന്നിട്ടാണ്. നിങ്ങൾ ഒരുമിച്ചാണ് എല്ലാം പ്ലാൻ ചെയ്ത്? എൻ്റെ ഒറിജിനൽ പേരാണ് അവൻ്റെയും പേര്. ഓക്കെ, ഒറിജിനൽ പേര് പറയില്ല. എനിക്ക് തോന്നുന്നു അതൊരു വീഡിയോ ആക്കിയിട്ട് ഇടാനുള്ള ഉദ്ദേശമുണ്ട് അല്ലേ? അതൊരു കണ്ടന്റ് ആണല്ലോ. പേര് റിവീൽ ചെയ്യുന്നു. നിർബന്ധിച്ചാൽ ചിലപ്പോൾ ഞാൻ പറയാം, കുഴപ്പമില്ല. എന്നാ നിർബന്ധിച്ചിരിക്കുന്നു? സൂരജ്. ദൈവമേ, ഇത്രയും ലോലനായിരുന്നു. ഒറ്റ ചോദ്യത്തിന് തന്നെ ഉത്തരം പറയും, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ പ്രൊഫഷൻ എന്താ ചെയ്യുന്നത്? ഇതല്ലാതെ ഇപ്പോൾ നേരത്തെയാ അല്ല, ഇത് ഡിഗ്രി ആയിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് ITI കഴിഞ്ഞ് പിന്നെ ഇത് IT തുടങ്ങുന്ന സമയത്താണ് എൻ്റെ വൈറലാവുന്നത്. IT കയറുമ്പോഴായിരുന്നു. ആക്ടിങ്ങിൽ IT ആയിരുന്നു, ആക്ടിങ് ട്രിവാൻഡ്രം. പിന്നെ ക്ലാസ് കണ്ടിന്യൂ ചെയ്തില്ല? ചെയ്ത് വൈറലായപ്പോൾ പിന്നെ നിർത്തി? ഇല്ല, അവിടെ നിന്ന് തന്നെ ചെയ്തു തുടങ്ങി. അതൊന്നും ഫോണൊന്നും ഇല്ലായിരുന്നു എനിക്ക്. കൂട്ടുകാരന്മാരായിരുന്നു വിളിക്കുന്നത്, ആക്ടിങ്ങിലെ കൂടെ പിടിച്ച്. അപ്പോൾ അവന്മാരായിരുന്നു വന്നുകൊണ്ടിരുന്നത് രണ്ടുപേരും. അതുകൊണ്ട് എങ്ങനെയൊക്കെ എത്തി. പിന്നെ വിളിക്കുമ്പോൾ അവരെ താങ്ങണം, ഇവിടെ താങ്ങണം എന്നൊക്കെ അങ്ങനെ പറയത്തില്ലേ പൊതുവേ. പിന്നെ വിഷമ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ സ്വന്തം ഫോൺ അങ്ങ് എടുത്ത്. ഐഫോൺ വെച്ചാണോ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്? അല്ല, S23. ഓ, S23. ഐഫോൺ ഇഷ്ടമല്ല. ഐഫോൺ ഇഷ്ടമല്ല, S23 ലവറാണ്. സാംസങ് ലവർ. അത്ര പോരാ. കുട്ടിയുടെ ഫോൺ എന്തോ സാംസങ് ആണ്? അല്ല, എൻ്റെ ഫോണിൻ്റെ ഒക്കെ നോർമൽ ഫോണാണ്. ഞാനൊക്കെ പാവല്ലേ, എനിക്ക് ഇതുപോലെ ഇത്രയും ഫോളോവേഴ്സ് ഒന്നും. പാവങ്ങൾക്ക് എന്തോ അതിനെന്ത്, പാവങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല. ഏത് ആർക്കും നല്ല ഫോൺ എടുക്കാല്ലേ. നമ്മളെ വീട്ടിൻ്റെ അവിടെ വയ്ക്കുന്ന മറ്റേ മീമിക്കുന്നൊക്കെ ചേച്ചിമാർക്ക് വരണ്ട് ഐഫോൺ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ദൈവമേ, അപ്പം പറഞ്ഞു വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈം ഞാനൊരു ഐഫോൺ എടുത്തോണ്ട് വരാം. സെറ്റായിരിക്കും. സാംസങ് എടുത്താൽ കുറച്ചുകൂടെ ഇഷ്ടമാണ്. ഓക്കെ, സാംസങ് എടുക്കാം. ഐഫോണിന് എനിക്ക് കുറച്ച് ഇഷ്ടമാണ്. അതാണ്. ഓക്കെ, കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ കിട്ടുമെന്നാണോ? ഫോണിനല്ല, കുട്ടിയെ എനിക്ക് ഇഷ്ടമാണ്. എന്നെ സാംസങ് ഫോണല്ലേ എൻ്റെ ഫോൺ, കുട്ടിയുടെ ഫോൺ സാംസങ് ആയിരിക്കില്ലേ. അപ്പം എന്തൊക്കെ പറയുന്നത്? കണക്ഷൻ എളുപ്പമായില്ലേ? എന്ത് ഫോൺ തമ്മിലോ? അങ്ങോട്ട് കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല സാംസങ്ങിന്ന്. ഒരു മെസ്സേജ് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ ലവ് കണക്ട് ചെയ്യുന്ന പറയത്തില്ല. എനിക്ക് സാംസങ് ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ കൂടുതൽ ഇഷ്ടമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൈൻ കണക്ട് ചെയ്യാലോ എന്ന് പറഞ്ഞ. കുട്ടി സിംഗിളാണോ? അതിനിവിടെ പ്രസക്തി ഇല്ല. പറയത്തില്ലല്ലേ? അത് പ്രസക്തി ഇല്ലാത്ത ചോദ്യമാണ്. ഈ കണ്ണട ബ്രാൻഡഡ് ആണോ? അങ്ങനെയൊന്നുമില്ല, വഴി നീട്ടിയതാ. കളഞ്ഞിട്ടിന്ന് പറഞ്ഞ് വിശ്വസിക്കൂ? ഇല്ല, അതില്ല. എന്നാ കളഞ്ഞിട്ടിയതാ. അതെവിടുന്ന അങ്ങനെ വരുന്ന വഴി കിട്ടിയതാ, വിശ്വസിക്കൂ? ഇല്ല, എന്നാ വിശ്വസിക്കാം. ഞാനിപ്പോ പറഞ്ഞതിൽ പകുതിയിലേറെ വിശ്വസിച്ചിട്ടില്ല. എന്നാ അതല്ല ഞാൻ സത്യം, ഞാൻ പ്രാങ്കല്ല പറയുന്നത്, ഒറിജിനല്ല. അതല്ലേ പറഞ്ഞ വഴിയിൽ നിന്ന് കളഞ്ഞിട്ടിയാന്ന്.
കണ്ണട ആര് വെച്ചാണോ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. കൂട്ടുകാരന്മാരെ വെച്ചിട്ടുള്ളൂ. അവർക്കും ഒന്നും സംഭവിക്കാതെ മതിയായിരുന്നു. അറിഞ്ഞിട്ട് വേണം എനിക്ക് വെക്കാൻ. ഓക്കെ, ഇപ്പോൾ ഈ റീൽസ് അല്ലെങ്കിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ട് പോവുകയാണല്ലോ, അപ്പോൾ ഇത് സിനിമയാണോ അടുത്തൊരു സ്വപ്നം? ചെറിയ ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. കയറിയ കൊള്ളായിരുന്നല്ലേ, കുറച്ച് ആരാധനയൊക്കെ പറ്റായിരുന്നു. സിനിമ നടൻ പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ അല്ല, എനിക്ക് അങ്ങനെ പ്രത്യേക ഇഷ്ടമൊന്നുമില്ല ആരുടെ സിനിമ നടന്മാരെ പ്രത്യേക ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ ക്യാരക്ടറായിട്ട് എന്തെങ്കിലും പോകണമെന്ന് ആഗ്രഹം. അല്ല, സിനിമ നടന്മാരോടല്ല, സിനിമയോടുള്ള ഇഷ്ടമാണ്. സിനിമയോടുള്ള ഇഷ്ടമുണ്ട്. ഒരു കോമഡി ആക്ടറായിട്ട് എനിക്ക് കയറിയ കൊള്ളായിരുന്നു. എൻ്റെ സുരാജ് വെഞ്ഞാറമ്പൂടിനെ കണക്ക് കാരണം പ്രാങ്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് കോമഡി ആയിട്ടാണല്ലോ. കോമഡി ആയിട്ട് ആൾക്കാർ കയറി പോയാൽ കൊള്ളായിരുന്നു. പക്ഷേ ഈ കോമഡിയാണ് പറഞ്ഞ് ഫലിപ്പിച്ച് ആളുകളിലേക്ക് എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതുപോലെ ഞാൻ പ്രൊഫൈലിൽ നോക്കിയപ്പോഴും കണ്ടിരുന്നു എല്ലാവരും അക്കൗണ്ടിൽ കയറി ചിരിച്ചോളൂന്ന്. എല്ലാവരും ചിരിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇല്ല, പല നെഗറ്റീവ് പറയുന്നവരുണ്ട്. അതെന്താ? എത്ര പേര് നെഗറ്റീവ് പറയുന്നവരുണ്ട്. നിന്നെ കൊണ്ടൊക്കെ വല്ല നടക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ എന്താ പറയാ? അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. അവരുടെ അടുത്ത് മൈൻഡ് ചെയ്തില്ല. അവർ വന്ന് ഇൻബോക്സിൽ മെസ്സേജ് ഇട്ടാൽ ഓക്കെ ചേട്ടാ ഐ ലവ് യു എന്ന് തന്നെ പറയും. ഐ ലവ് യു ബ്രോ എന്ന് തന്നെ പറയും. ഞാൻ ദേഷ്യപ്പെടില്ല. ഇല്ല, എല്ലാവരും ഞാൻ കോമഡിയോടെ ചില്ലോടെ സംസാരിക്കും. ഇപ്പോൾ ലൈവ് ഇട്ടാലോ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരെ കണ്ടാലോ ഞാൻ നോർമലായിട്ട് അവരുടെ അടുത്ത് ഓക്കെ ആയിട്ട് കോമഡി ചെയ്തില്ല സംസാരിക്കത്തുള്ളൂ. ചിലർ വിചാരിക്കും ജാടയാണ്, പക്ഷെ ജാടയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. വരുന്ന ആൾക്കാർ ഞാനിങ്ങനെയാണ്. അല്ല, അപ്പോൾ ദേഷ്യം വരത്തേ ഇല്ല? ദേഷ്യം അധികം അങ്ങനെ കൂൾ ബഡിയാണ്. അധികം അങ്ങനെ ദേഷ്യമൊന്നും വന്നിട്ടില്ല. പക്ഷെ ജാതകത്തിൽ ദേഷ്യം എന്നാണ് പറയുന്നത്. ജാതകം ഇതുമായിട്ട് അപ്പം എനിക്ക് മനസ്സിലായി ബന്ധമൊന്നുമില്ല. ജാതകത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയൊക്കെ വിശ്വസിച്ചാൽ മുന്നോട്ട് നടക്കാൻ പറ്റുമോ? നാളെ ചത്തു പോകുന്നതാണ് പറഞ്ഞാൽ അതും വിശ്വസിച്ചിരിക്കാൻ പറ്റുമോ? ഞാൻ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ പറഞ്ഞത് കറക്റ്റ് അല്ലല്ലോ. എന്ത്? ഇപ്പം ജാതകത്തിൽ പറഞ്ഞ കാര്യം പോലെ അല്ലല്ലോ നടക്കുന്നത്. അതൊന്നും ഒരു ബന്ധമില്ല. ഓക്കെ, നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാ? ഫ്യൂച്ചർ പ്ലാൻസ് വീട്ടുകാർ പുറത്തോട്ട് കയറ്റി പോകണമെന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഞാൻ പുറത്തോട്ട് പോയാൽ ശരിയാവില്ല. അതെന്താ? ആരാധകർക്ക് വിഷമാവും. ആരാധകരെ ശാന്തരാകുവില്ല. അതാ വിഷമായ എന്ത് ചെയ്യും? അതുകൊണ്ട് അല്ല, സീരിയസ് ഡയലോഗുകൾ പറയാൻ പറ്റത്തില്ല എനിക്ക്. ഇത്രമാത്രം ഡയലോഗുകളാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാനായിട്ട് ഓരോരുത്തരത്തിരിക്കുന്ന, ഗേൾസ് ആയാലും ബോയ്സ് അടുത്തായാലും. ഇതിന് മാത്രം പെൺപിള്ളേരെ എവിടെ നിന്ന് കിട്ടുന്നു? കോളേജ് ജംഗ്ഷനാണ് ഞാൻ കൂടുതലും വീഡിയോ ചെയ്തിട്ടുള്ളത്. കോളേജ് ജംഗ്ഷനിൽ പോകുമ്പോൾ തന്നെ ഓരോരുത്തരും അതോ മാമ്പോ വന്ന് അപ്പഴേ ചാടിക്കയറി അങ്ങ് വീട്. ഇല്ലില്ല, എല്ലാവർക്കും ഇപ്പോൾ കൂടുതലവർക്ക് അറിയാം. പക്ഷെ അറിയാമെങ്കിൽ ഞാൻ എടുത്തങ്ങ് ചാടും. കാരണം പിന്നെ പിള്ളേരെ കിട്ടണ്ടേ. അല്ല, ഞാൻ ചോദിക്കുന്നതാ, കാരണം നേരത്തെ ഈ ഫേസ് അധികം ആർക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പൊ നമുക്കറിയാം ഇതാണ് പരിപാടി. ഈ കണ്ണാടി, ഈ താടി, ഇത് രണ്ടുമാണ് ഐഡി. അപ്പൊ ആളുകൾക്ക് എന്താ ഈ താടി വളർത്തിയ തന്നെ എൻ്റെ അടുത്ത് വേറെ വെളിയിൽ ചെന്നപ്പോൾ ഒരാൾ ചോദിച്ചായിരുന്നു, ചേട്ടനെ കണക്കിരുന്ന ഒരു ചേട്ടൻ ഉണ്ടെന്ന്, യൂട്യൂബർ ആണോ എന്ന്. ചേട്ടൻ അങ്ങനെ ചോദിച്ചു. ഞാൻ താടി വളർത്തി ഇപ്പം പോയപ്പം. അപ്പൊ അതാ പറഞ്ഞ ആള് മാറിപ്പോകും. ഐഡന്റിറ്റി കീപ്പ് ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല. ഞാൻ അതേ ചോദിക്കുന്നത്. ഇപ്പൊ നേരത്തെ കണ്ടന്റ് ആളുകൾക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓക്കെ കറക്റ്റായിട്ട് ഇപ്പോൾ ഷൂ ലേസ് കേട്ടാൻ പറഞ്ഞാൽ കേട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. ഇപ്പൊ ആളുകൾക്ക് മനസ്സിലാവത്തില്ലേ എന്തോ? അതായത് മാമ്പയാണ് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യിപ്പിക്കുവാന്ന്. ഇല്ല, ആ കുട്ടിക്ക് മനസ്സിലായില്ല. ഈ ഷൂ ലേസ് കിട്ടുന്ന വീഡിയോ ആണോ പറയുന്നത്? അല്ല, ഇനി വീഡിയോസ് എടുക്കുന്ന സമയത്ത് അല്ല, ആളുകൾക്ക് കാണുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ എന്നെ ആദ്യമേ വന്ന് കാണുമ്പം നമുക്ക് അറിയാൻ പറ്റും ആ പെണ്ണിന് എന്നെ അറിയാവൂല്ലേ എന്ന്. റിയാക്ഷൻ മുഖത്ത് കാണുമ്പോൾ അറിയാൻ പറ്റും. അവൾ ചിരിക്കുകയോ ഒന്നും ചെയ്താൽ തന്നെ നോർമലായിട്ട് നടക്കുവാണെങ്കിൽ ഞാൻ ചാടും. അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ വേണം ചെയ്യാനല്ലേ. ക്യാമറ അപ്പോഴേ സൈഡിലാക്കും, ചെന്ന് കയറും. ആരാ വീഡിയോ എടുക്കുന്നത്? കൂട്ടുകാരനെ. ഇവരാണെല്ലാം ചെയ്തു തരുന്നത്. അവരൊന്നും എന്താ ഫ്രെയിമിലോട്ട് വരാത്തെ? ആർക്കും ഒരു ഇഷ്ടമല്ല. പുറത്ത് അങ്ങനെ എന്നെ കണക്ക് അവർക്കും ഒരു തൊലിക്കട്ടി എന്ന് പറഞ്ഞ സാധനം കുറവ്. അതവരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആണോ? തൊലിക്കട്ടി ഇച്ചിരി അല്ലെങ്കിൽ നിന്നെ കണക്ക് ഇല്ലെന്ന്. ഈ തൊലിക്കട്ടി എവിടെന്നാ കിട്ടി? എവിടെ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ബർത്തൊന്നുമല്ല, ഞാൻ +2 വരെയാണ്. ഞാൻ പെണ്ണിൻ്റെ അടുത്ത് മിണ്ടത്തോലും ഇല്ലായിരുന്നു. ഒരു പെൺപിള്ളേരുടെ അടുത്ത് സത്യമായിട്ട് മിണ്ടത്തില്ലായിരുന്നു. അല്ലെ എന്റെ കൂട്ടുകാരടുത്ത് ചോദിച്ചു നോക്ക്. +2 എന്റെ അടുത്ത് മിണ്ടുമായിരുന്നോ? ഇല്ല, +2 ഡിഗ്രി ഫസ്റ്റ് ഇയർ ഡിഗ്രി സെക്കൻഡ് ഇയർ എങ്ങാണ്ട് ആയപ്പോഴാണ് ഞാനൊന്നും. അന്നെ ഈ ഗ്ലാസ് ഒന്നുമില്ല, ഇതാണ് താടിയൊന്നുമില്ല. താടിയൊക്കെ വരുന്നേ ഉള്ളായിരുന്നു. ഒരു ചെറിയ ഇതില്ലായിരുന്നു അന്ന്. അന്നാണ് എൻ്റെ ഈ റെഡ് മാമ്പ ഉദിക്കുന്നത്. 20ാമത്തെ വയസ്സിൽ ഒരു കാറ്. അന്നാണ് എൻ്റെ ജീവിതത്തിന്റെ തുടക്കം വരുന്നത്. ആ കാർ ഇപ്പൊ കൂടെ ഇല്ല. കാറെന്തേ? കൊടുത്തോ? കാറ് കൊടുത്തോ? അങ്ങനെ ചോദിച്ചാ
എനിക്കാണെങ്കിൽ ഇവൻ പ്രാങ്കാണോ ചെയ്യുന്നത് ശരിക്കാണോ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. ഞാൻ കാറിനെ പറ്റി ചോദിച്ചേ. അല്ല പെട്ടെന്ന് എന്തോ ഓർത്തുമ്പോൾ വിഷമം. എന്താ കാർ എന്ത് പറ്റി? കാറ് എന്ത് പറ്റിയെന്ന് വെച്ചാൽ പറയണ്ട അമ്മ, കാറിൻ്റെ കാര്യം പോട്ടെ അല്ലേ. നല്ല കാറിനെ പറ്റി തന്നെ വേറൊരു റിലേഷനും അതുമായിട്ടോ ബന്ധമുണ്ട്. കാറും റിലേഷൻ തമ്മിലോ? ഓക്കെ പോട്ടെ, വീട്ടുകളെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നേ. കുട്ടി ചോദിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് എന്തോ അല്ലെങ്കിൽ തന്നെ എന്ത് പേര് ചിത്ര. ഓക്കെ, കാറിൻ്റെ കാര്യം അത് അവിടെ കഴിഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കണ്ട അല്ലേ. അല്ല ഞാൻ പെട്ടെന്ന് വന്ന് കണ്ടപ്പം തന്നെ അല്ല ഞാനത് പ്രാങ്കല്ല ഒറിജിനലായിട്ട് പറയാം. ഇപ്പം പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇല്ല വിശ്വസിക്കൂ. കാരണം എനിക്ക് പറയണില്ല ഏതാ വിശ്വസിക്കാനുള്ളത്. അല്ല ഇത് സത്യം പറഞ്ഞാൽ വിശ്വസിച്ചേ പറ്റൂ, അതുകൊണ്ട് പറഞ്ഞേ. കാരണം എൻ്റെ ഒരു എക്സ് ലവർ അപ്പോൾ കൂടെ ഇല്ല, അത് കുട്ടിയെപ്പോലെ ആയിരുന്നു ഇരിക്കുന്നത്. ഇത് പ്രാങ്ക് അല്ലല്ല പ്രാങ്ക് അല്ല, ഒറിജിനൽ ഇതാണ്. ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല, എല്ലാം പ്രാങ്ക് പ്രാങ്ക് എന്ന് പറയും. അപ്പം കൂടെ ഇല്ല അത്. എവിടെ പോയി? ബ്രേക്കപ്പ് ആയോ? എന്ന് വെച്ചാൽ ബ്രേക്കപ്പ് അല്ല, പിന്നെ മരിച്ചു പോയോ? ഓർമ്മ പോയി. ഓർമ്മ പോയോ? അവസാനം എന്നെ ഓർമ്മയില്ലാന്ന് പറഞ്ഞു. ചെറിയൊരു ആക്സിഡൻറ്റ്. തമാശ ഷെടാ പ്രാങ്ക് അല്ല. അവരുടെ അടുത്ത് ചോദിച്ചു നോക്കുക, കൂട്ടുകാരുടെ അടുത്ത്. എല്ലാവരും ഞാൻ പറയുന്നത് അല്ലല്ല സത്യമായിട്ടും അതാ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ആദ്യം തന്നെ ആ കാറ് ചോദിച്ചപ്പോൾ തന്നെ കാറിൽ പോയപ്പോഴായിരുന്നു ആക്സിഡൻറ്റ്. അല്ല ഞാൻ ചിരിച്ചുകൊണ്ടല്ലേ ഇരിക്കത്തുള്ളൂ. ഇപ്പോഴും ചെറിയൊരു ചിരി എനിക്ക് കാണുന്നുണ്ട്, അത് സങ്കടത്തിൻ്റെ ചിരി. സങ്കടത്തിൻ്റെ ചിരിയാണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ പഴയ നേരത്തെ സംസാരിച്ചാണ്. എന്നാൽ ഫോട്ടോ കാണിച്ചു കൊടുക്കായിരുന്നല്ലേ നിങ്ങളുടെ പഴയ ഫോട്ടോ? ആർക്ക് ഓർമ്മ പോയെങ്കിൽ? ഒന്നും ഓർമ്മ വരുന്നില്ല. മറ്റേ മലര സിനിമയിൽ തലക്കടി അല്ല ആക്സിഡൻറ്റ് പറ്റിയിട്ട് പോകത്തില്ലേ അവിടെ, ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന്. അച്ഛനും അമ്മയും വരെ മറന്നുപോയി. അവസാനം ഞാൻ വെച്ച് എന്നെ കാണുമ്പോഴെങ്കിലും ഓർക്കുമെന്ന്. അവസാനം കാറെങ്കിലും കാണിച്ചു കൊടുത്തു. കാർ ഭയങ്കര ഇഷ്ടമായിരുന്നു നമുക്ക്. ഈ പേര് സജസ്റ്റ് ചെയ്ത് പുള്ളിക്കാരി വല്ലതും ആണോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ വീഡിയോസ് എല്ലാം കാണുന്നൊക്കെ ഉണ്ടാവും, അറിയില്ല. ഇപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടോ? ഇല്ല. എവിടെയാണെന്നൊന്നും അറിയില്ല. അതല്ലേ വിഷമമുണ്ട്. പോട്ടെ, എന്താ ചെയ്യുക. അതുകൊണ്ട് ഇപ്പോൾ കുട്ടിയെ കണ്ടപ്പം ആ ഒരു ഹാപ്പിനെസ്. കുഴപ്പമില്ല, സന്തോഷമല്ലേ, അപ്പോൾ പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് ബാക്കി ഇൻ്റർവ്യൂവിലേക്ക് തിരിച്ചു വരാം അല്ലേ. പിന്നെ തുടങ്ങും. എന്നാലും എനിക്ക് വീണ്ടും ചിരിക്കാൻ പറ്റും. ചിരിക്കാനോ? അല്ല എന്നാലും വീണ്ടും എനിക്കൊരു എനർജി വരത്തുള്ളൂ. കണ്ടു ഇപ്പം തന്നെ ഓണായി. അതല്ലേ ഞാൻ പറഞ്ഞത്. അത് ഞാൻ പഴയ കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല. നല്ല ഇപ്പം വേറൊരു റിലേഷൻ ആണെങ്കിൽ ആ റിലേഷനിൽ തന്നെ മുന്നോട്ട് പോകണേ നല്ലത്. ഇപ്പം റിലേഷനിലാണോ? അത് പറയേയില്ല. പറയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കുറേ ആരാധകർ പ്രത്യേകിച്ച് പെൺപിള്ളേരാണല്ലോ വീഡിയോസിൽ വരുന്നത്. അപ്പോൾ ഒരു കണക്കിന് ബ്രേക്കപ്പ് ആയത് നന്നായി, കാരണം ഇതുപോലെ കാണിക്കുന്ന പെൺപിള്ളേരെ കണ്ടാൽ അവർക്ക് ഭയങ്കര പൊസസീവ്നെസ് ഒക്കെ വരുമല്ലോ. അത് പിന്നെ കാണാം, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിൽക്കുന്നവർ നിന്നാൽ മതി, പോണവർക്ക് പോവാം. അതാണ് പോളിസി. ഓക്കെ, അതാണ് പോളിസി. അതാണ് പോളിസി. അങ്ങനെ അല്ല സ്ഥിരം പരിപാടിയല്ലേ എന്തായത്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഗേൾസിൻ്റെ അടുത്ത് മിണ്ടുന്നത്, അത്രേ ഉള്ളൂ. പിന്നെ ഇൻബോക്സിൽ വരുന്ന ചിലർക്ക് റിപ്ലൈ കൊടുക്കും, അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കാൻ വന്നത് അതായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ചേട്ടൻ്റെ വീഡിയോസ് ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടോ? എന്നാൽ പറ, അങ്ങ് പറ. നാണം വരുന്നു. അല്ല പറഞ്ഞു. അത് എന്തോ ഇപ്പം നേരിട്ട് കണ്ടാൽ കൊള്ളായിരുന്നു, ഇഷ്ടമാണെന്ന്. എനിക്കൂടെ ഒന്ന് ഐസ്ക്രീം മേടിച്ച് തരൂ. ഐസ്ക്രീമോ? ഐസ്ക്രീമൊക്കെ മേടിച്ച് തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും ചിലർക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഐസ്ക്രീം, ഷവർമ, അങ്ങനെയുള്ള കാര്യങ്ങൾ മേടിച്ച് കൊടുക്കും പെൺപിള്ളേർക്ക്. പെൺപിള്ളേർക്ക് വീഡിയോ ചെയ്തിട്ട് പ്രാങ്ക് ചെയ്തിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അവരുടെ ഞാൻ ചോദിക്കും ഗിഫ്റ്റ് വല്ലതും വേണോ ഷൂട്ട് കഴിഞ്ഞിട്ട്. ഷൂട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ അവർക്ക് മേടിച്ച് കൊടുക്കുമല്ലോ. അപ്പോഴത്തേക്ക് അത് വീഡിയോയിൽ ചില വീഡിയോസിലെടുത്ത് കാണിക്കും. അപ്പോൾ എൻ്റെ ഇൻബോക്സിലൊക്കെ വന്ന് ചോദിക്കും. അല്ലാതെ തന്നെ നോർമലായിട്ട് എനിക്ക് വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടനെ കണ്ടാൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സത്യ പറയുന്ന എന്തോ എൻ്റെ അടുത്ത് ചോദിച്ചതാ, ചേട്ടനാണെങ്കിൽ കെട്ടിക്കോട്ടെ. ഞാൻ എന്തോ പറയാ, ഞാൻ പോകുട്ടിന്ന് പറഞ്ഞു. അവസാനം പിന്നെ പോകുട്ടിന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി വന്നു. അല്ലാതെ നിന്നാൽ ശരിയാവത്തില്ല. പിന്നെ പ്രശ്നം ആ കുട്ടി ചിലപ്പോൾ ആരാധന കൊണ്ട് ചോദിച്ചായിരിക്കാം. ചിലപ്പോൾ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ കുഴപ്പമായി പോയാൽ ഞാൻ എന്ത് കുഴപ്പം? ഇഷ്ടമാണെങ്കിൽ കെട്ടിക്കൂടെ? അത് ശരിയല്ല. വേറെ ഉണ്ടല്ലോ. കെട്ടിയാൽ ശരിയല്ല, കെട്ടുന്നതെന്നൊന്നും എനിക്ക് വയ്യ. വിവാഹം എന്നുള്ള കോൺസെപ്റ്റിന് എതിരാണോ? അങ്ങനെയൊന്നുമില്ല. ഒരു 3 വർഷം കഴിഞ്ഞിട്ട് കെട്ടാം. ഇപ്പോഴേ ചെറിയ പ്രായമില്ല, ഇപ്പോഴേ കെട്ടിയ തലവേദനയൊക്കെ. തലവേദന കൂട്ടാൻ എനിക്ക് ഒന്നാമത് ഇഷ്ടമല്ല.
എനിക്ക് ഇങ്ങനെ കൂളായിട്ട് പോകണം അതിൻ്റെ ഇടയ്ക്ക്. വിളിച്ച് സംസാരിക്കുന്നതിന് ഇഷ്ടമല്ല അവിടെ ഗേൾസിന്. ഒരു ഗേളിനെ ഫോണിൽ അങ്ങനെ അധികം വിളിച്ച് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. മെസ്സേജ് ആണ് അപ്പോൾ. അത്യാവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് മാത്രമല്ല, എന്നും അങ്ങനെ പറയല്ലേ, മെസ്സേജ് അത്യാവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടും, അത്രേ ഉള്ളൂ. നീ കൂട്ടുകാരന്മാരടുത്താണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും, പക്ഷേ ഗേൾസിൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നില്ല. പക്ഷേ എന്താ പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് വേണം കുട്ടി, ഗ്രാറ്റിറ്റ്യൂഡ് വേണം. പെൺപിള്ളേരാണ് ഈ വീഡിയോസ് മൊത്തം ഇങ്ങനെ വൈറലാക്കി കൊണ്ടുവന്നത്. എല്ലാ വീഡിയോസിലും പെൺപിള്ളേരല്ലേ? എല്ലാ വീഡിയോസിലും പെൺപിള്ളേർ തന്നെ. അത് ഞാൻ ഇല്ലെന്ന് ആരാധനയൊക്കെ ഉണ്ട്. എനിക്ക് അവരോട് തന്നെ ആരാധന, അവർക്ക് എന്നോട് ആരാധനയെക്കാളും എനിക്ക് അവരോട് ആരാധന. എപ്പോഴും ഇങ്ങനെയാണോ സംസാരിക്കുക? എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഓൾറെഡി പ്രാങ്കല്ലേ ചെയ്യുന്നത്, അപ്പം ആ ഒരു മൈൻഡ് എടുത്തോണ്ടായിരിക്കും ഞാൻ സംസാരിക്കുന്ന തിരിഞ്ഞേക്കുന്നത്. എനിക്ക് പേഴ്സണലി നമുക്ക് അറിയത്തില്ലല്ലോ മുമ്പ്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരാൾ ഇങ്ങനെയാ. അപ്പൊ ഇതിപ്പോ ഞാൻ സംസാരിക്കുന്നത് സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇത് സീരിയസ് ആയിട്ടുള്ള ആൻസർ ആണോ വരുന്നത് എനിക്ക് അറിയുന്നില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ എനിക്ക് അകത്ത് വരുന്നത് കൊണ്ട് ഞാൻ അതല്ല പറഞ്ഞത്. അതായത് ഞാൻ കോമഡി ആയിട്ട് സീരിയസ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് ആൻസർ പറയുമ്പോൾ ഇത് സീരിയസ് ആയിട്ട് തന്നെയാണോ പറയുന്നത്, അതോ ഇതിനകത്ത് വല്ല പ്രാങ്ക് ഉണ്ടോ, അങ്ങനെ ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ്. അതിലേക്ക് പോകണ്ട, നമുക്ക് കരച്ചിൽ വേണ്ട. ഓക്കെ, ഇപ്പോൾ മാമ്പയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതായിരിക്കും അല്ലേ, എല്ലായിടത്തും ആളുകൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇത് പ്രാങ്ക് ആണോ അല്ലെങ്കിൽ ഇത് ഒറിജിനൽ ആണോ എന്ന് ആളുകൾക്ക് ഒരു ഡൗട്ട് വരാറില്ലേ? അതിനൊക്കെ എങ്ങനെ ഡീൽ ചെയ്യാം? അവസാനം അങ്ങ് പറയും, ചിലടത്ത് പറയത്തില്ല. ഞാൻ ആദ്യമൊന്നും പറയത്തില്ലായിരുന്നു, ചിലർ പിന്നെ വീഡിയോസ് ഇഷ്ടമല്ല ഡിലീറ്റ് ചെയ്യാനൊക്കെ പറയും. പബ്ലിക്കിൻ്റെ മുന്നിൽ നമുക്ക് വീഡിയോ എടുക്കാം, അതിൻ്റെ പ്രശ്നമില്ല. പക്ഷെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെ എത്രയോ പേര് കോമഡി ആയിട്ടുള്ള സംഭവങ്ങൾ വരെ നടന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു വീഡിയോ ആ കുട്ടിയുടെ വീഡിയോ ഇട്ട്, എറണാകുളത്തുള്ള ആൾ തന്നെ അന്ന് വീഡിയോ എടുത്തത് ഞാൻ. അങ്ങനെ ആ കുട്ടി വീട്ടിൽ പോയിട്ട് ആ വീഡിയോ ഞാൻ പിറ്റേന്ന് പോസ്റ്റ് ചെയ്ത്. അപ്പം പറഞ്ഞത് എനിക്ക് വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്, കണ്ട സീനാണ്, വീട്ടുകാരെ കണ്ട സീനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഡിലീറ്റ്. ആ കുട്ടിയുടെ കൂട്ടുകാരൊക്കെ എന്നെ വിളിച്ച്, എൻ്റെ നമ്പർ എവിടെ നിന്നോ കിട്ടി, അങ്ങനെ വിളിച്ച് പറഞ്ഞ് വീഡിയോ പെട്ടെന്ന് ഡിലീറ്റ് ആക്കിയേ പറ്റും, അത്യാവശ്യം, അല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവേണ്ട നിലയിലൊക്കെ ആവുന്നു, എന്തൊക്കെയോ ഒരുമാതിരി സൂയിസൈഡ് ആവുമെന്ന് പറഞ്ഞ് എന്നെ ഒരുമാതിരി മെൻ്റലി ഹറാസ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കാരണം ആരുടെയും ജീവിതം ചെയ്യേണ്ട ഡിലീറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് പിറ്റേന്ന് രാവിലെ ഹായ് ചേട്ടാ ഗുഡ് മോർണിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷം, എന്നാലേ ചോദിക്കേ ഞാനാരായി. അപ്പോൾ ചോദിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ചോദിച്ചു ഇങ്ങനെ പറഞ്ഞ ആളാണ് ഇന്നലെ വന്നിട്ട് എൻ്റെ അടുത്ത് സീരിയസ് ആയിട്ട് ചോദിച്ചെന്ന് പറഞ്ഞു. അതങ്ങനെ പറഞ്ഞാലല്ലേ നിങ്ങൾ ഡിലീറ്റ് ചെയ്തോളൂ. വേറൊരു കാര്യമില്ലെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ പേഴ്സണലി ചാറ്റ് ചെയ്യുന്നത് പുറത്തറിയുന്നില്ലല്ലോ. മറ്റേത് പബ്ലിക് കണ്ടന്റ് ആകുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും കാണത്തില്ലേ, അത് പേടിച്ചിട്ടായിരിക്കും പറഞ്ഞത്. അത് ചിലരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ പലതും പലതല്ലേ, കല്യാണം കഴിഞ്ഞാരുടെ അവസ്ഥയായാലും കല്യാണം കഴിയാത്തവരുടെ അവസ്ഥയായാലും. ചിലരൊക്കെ ലവ് വേർഡ്സ് ഒക്കെ സീനായ പ്രശ്നമില്ല. ഞാൻ കപ്പിൾസിൻ്റെ അടുത്ത് ഓടി ചെന്നാൽ കപ്പിൾസ് അങ്ങ് ഓടികളെ. ചിലപ്പോൾ അത് വീട്ടിൽ പറയാതെ വന്നവരായിരിക്കും, കറങ്ങാൻ ഇറങ്ങിയ ആളുകൾ. ഞാൻ ബസ്സിലൊക്കെ ഓരോ വീഡിയോസിലൊക്കെ ചെന്ന് കയറിയിട്ട് അമ്മ ഞാൻ അവിടെ എത്രയും പിള്ളേരുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴേ അവർ കുറച്ച് പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവരൊന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല അത് പ്രശ്നം, ചിലപ്പോൾ വീട്ടിൽ പറയാതെ കറങ്ങാൻ ഇറങ്ങിയ പിള്ളേരൊക്കെ അവർക്ക് പോലും സമാധാനം കൊടുക്കില്ല, ശാപം കിട്ടും. അവരവിടെ വന്ന് നിൽക്കുമ്പോഴായിരിക്കും ഞാൻ ഓടിച്ചെന്ന് കയറുന്നത്, നമ്മ ഞാൻ സുന്ദരിയെ കണ്ടെന്ന് പറഞ്ഞ്. അത് വേറെ പ്രത്യേകിച്ച് ഇൻട്രോന്നല്ലോ, അങ്ങ് ഓടിച്ചെന്ന് കയറുക ചെയ്യുന്ന ആരത്തൊന്നും പറയത്തുമില്ല. ക്യാമറമാനെ പെട്ടെന്ന് അവിടെ നിർത്തിയതിന് ശേഷം അവിടെ പിള്ളേരവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഒറ്റ പോക്കാ പോകണം. എല്ലാവർക്കും പ്രാങ്ക് കൊടുക്കുന്ന ആളല്ലേ, വല്ല പ്രാങ്കും കിട്ടിയിട്ടുണ്ടോ? ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് ഇങ്ങോട്ട് കിട്ടിയത് ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ കിട്ടിയായിരുന്നു ഒരു ലെറ്റർ. പ്രാങ്കായിരുന്നു? എന്ത് സംഭവം? എനിക്ക് മനസ്സിലായി, കിട്ടിയപ്പോൾ തന്നെ പ്രാങ്കാന്ന് മനസ്സിലായി. ലവ് ലെറ്റർ ബേസ് ആയിരുന്നു. അതാരായിരുന്നു? ഫ്രണ്ട്സ് ചെയ്തതാണോ? ഫ്രണ്ട്സ് അല്ല, ആരും എനിക്കിതുവരെ അറിയത്തില്ല. അത് പ്രാങ്ക് ആണെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? അത് പ്രാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് ഒന്ന് പറയണ്ടേ, പേടിച്ചിട്ടായിരിക്കും. അതറിയില്ല. ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴായിരുന്നു എൻ്റെ കൂട്ടുകാരൻ കൊണ്ട് തന്നെ. അതിൽ എന്തോ ചേട്ടൻ്റെ വീഡിയോസ് ഇഷ്ടമാണ്, അതേപോലെ ചേട്ടനെ എനിക്ക് ഇഷ്ടമാണ്, സീരിയസ് ആയിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ താഴെ ഒറ്റ കുറിപ്പാണ്, വേറെ അഡ്രസ്സ് ഒന്നുമില്ല, ഒറ്റ കാര്യമില്ല, ഒറ്റ ലെറ്റർ മാത്രം എൻ്റെ കൂട്ടുകാരൻ കൊണ്ട് തന്നിട്ട് പോയത്. എൻ്റെ പ്ലേസ് ട്രിവാൻഡ്രം. ആ TVM ആയിരിക്കും, TVM അവിടെ നിന്നപ്പോഴല്ലേ, TV നിന്നപ്പോഴേ കൊണ്ടുവന്നു. പിന്നെ ഇറങ്ങിയിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, പിന്നെ അങ്ങനെ വന്നിട്ടൊന്നുമില്ല. പിന്നെ ഒന്ന് പോയതാ. അല്ല, ഈ പ്രാങ്ക് ചെയ്തിട്ട് പ്രാങ്ക് കിട്ടുമ്പോഴത്തേക്കും വേഗം മനസ്സിലാവില്ല, അതിനുള്ളൊരു സംഭവം. പ്രാങ്ക് ചെയ്തിട്ടേ ആരെങ്കിലും പ്രാങ്ക് ഇങ്ങോട്ട് തരുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് കത്തൂലേ? പിന്നെ എനിക്ക് എപ്പോഴും അങ്ങനെ മനസ്സിലാകും എന്നെ പറ്റി ഇല്ല. കൂടുതൽ ഫ്രണ്ട്സ് വിചാരിച്ചാൽ നടക്കും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് പ്ലാൻ. ഇനി പറഞ്ഞിട്ടുള്ള പിന്നെ എപ്പോഴെങ്കിലും
അല്ലേ? ഓക്കെ, സിനിമയാണ് സ്വപ്നം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സിനിമയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? ഓഡീഷൻസ് അങ്ങനെ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞായിരുന്നെങ്കിൽ പോവാൻ. അപ്പോൾ കാര്യമായിട്ട് വർക്കൗട്ട് ചെയ്യണില്ലേ? ഓഡീഷനിലൊക്കെ ഇപ്പം എനിക്ക് അറിവ്, എനിക്ക് അധികം ഗ്രൂപ്പുകൾ, ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് ഷെയറിങ് കാര്യങ്ങൾ ഓരോരുത്തർ പോസ്റ്റ് ഷെയർ ചെയ്ത് തരത്തില്ലേ, അങ്ങനെ അധികം ആരും അങ്ങനെ ഷെയർ ചെയ്ത് തരാറില്ല. ഞാൻ ഇപ്പം കൂട്ടുകാരായാലും ഗ്രൂപ്പുകൾ വേറെ കൂട്ടുകാർ മീൻസ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടവരല്ലേ അയച്ചു തരത്തുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഓഡീഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയേനെ. ഓക്കെ, ട്രിവാൻഡ്രത്ത് ഒത്തിരി ഓഡിഷൻസ് കാണാൻ ചാൻസ് ഉണ്ടല്ലോ. ഉണ്ടല്ലേ? അപ്പം അറിഞ്ഞാൽ ഇനി പോവും, കിട്ടിയാൽ കൊള്ളായിരുന്നു. ഓക്കെ, അതെ, നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല, ഇതിന്റെ പുറകിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് അവിടെ എത്തിക്കണല്ലോ, തിങ്സ് അവിടെ വരെ എത്തിക്കാം എന്നുള്ളത്. ആന്റിക്ക് സിനിമ ഇഷ്ടമാണോ? പക്ഷെ അല്ല, എന്താ, ആന്റിയോ? അല്ല, ഞാൻ മാറിപ്പോയി, ചേച്ചി. നേരത്തെ കുട്ടി, ഇപ്പൊ ആന്റി, ഇപ്പൊ ചേച്ചി. ആ, കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിളിച്ചോളാം, പ്രശ്നമില്ല. ആന്റി ഒറ്റമോള? അല്ല, 2 പിള്ളേരുണ്ട്. എനിക്കോ? കുട്ടി ഒറ്റമോള. നിനക്ക് നീ അത് ഉറപ്പിക്കും, നിനക്ക് ആന്റീന്ന് വിളിക്കണോ, ചേച്ചിന്ന് വിളിക്കണോ, കൊച്ചെന്ന് വിളിക്കണോ? പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഓരോരുത്തരും വിളിക്കത്തില്ല, അങ്ങനെ ഇഷ്ടമുള്ളപ്പോഴങ്ങനെ വിളിക്കുന്നു. ഇഷ്ടമുള്ളവരെ ആന്റീന്ന് വിളിക്കുന്ന ഒരാളെ ആദ്യമായിട്ട് കേൾക്കുക. എന്തെങ്കിലും ആവട്ടെ, പോട്ടെ, നിന്റെ ഇഷ്ടം പോലെ ഇല്ല, എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഇല്ല. കാരണം ഫീലിങ്സ് അങ്ങനെയല്ല പറഞ്ഞത്, അതായത് ഇപ്പോൾ നമുക്ക് കുറെ ബാഡ് കമന്റ്സ് ഒക്കെ കിട്ടുമല്ലോ ജോലി ഇതായതുകൊണ്ട്. അത് ഞാനതൊന്നും ജോലി ഇതായതുകൊണ്ടൊന്നും കിട്ടില്ല. പൈലവി പറഞ്ഞാൽ ആരെങ്കിലും എന്താ പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ കാണാറില്ലല്ലോ. ലവ് യു തിരിച്ച് ലവ് യു ടു പറഞ്ഞത് തെറ്റാണോ? അല്ലല്ലോ. അതാ ഞാൻ ചോദിച്ചത്. ഇല്ലേ, സീരിയസ് ആയിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലോ? സീരിയസ് ആയിട്ട് ഇഷ്ടം ആരും പറഞ്ഞിട്ടില്ല, പറയില്ല. ഉറപ്പാണ്? അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ പിന്നെ അതെനിക്ക് ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സിംഗിൾ ഇപ്പൊ ഒരു ഫ്രീഡം ഇല്ലേ ഇപ്പൊ സിംഗിൾ ആയപ്പോ? സിംഗിൾ ആണല്ലോ അല്ലേ? കമ്മിറ്റഡ് ആണോ? പറയത്തില്ല, ഇഷ്ടമല്ല. ഓക്കെ, സിംഗിൾ ആയിരുന്നപ്പോ ഉള്ള ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അത് എൻജോയ് ചെയ്യാൻ നല്ല രസമാണ്. ഞാൻ പേഴ്സണലി അതാ ഇഷ്ടപ്പെടുന്നത്. അത് ശരിയാ, അത് കറക്റ്റ് ആയിട്ട്. അല്ലേ ലോക്കം. ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, എന്തൊക്കെ എല്ലാ കാര്യങ്ങളും എല്ലാരും വിളിക്കത്തില്ല. വിളിക്കത്തില്ലതോ? എല്ലാരും വിളിക്കത്തില്ല. നീ എവിടെ പോടാ, എന്റെ സ്വഭാവം ഞാൻ അല്ല, കമ്മിറ്റ് ആയാലേ അവര് നമ്മള് തിരക്കുമല്ലോ. പ്രശ്നം തലവേദന. എവിടെ നിക്കുന്നറാ നീ, എന്ത് വരാത്ത വീട്ടില്, അമ്മയടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും നിന്നെ നീ എന്നൊക്കെ പറയും. അതല്ലേ പ്രശ്നം. കൂട്ടുകാരന്മാരൊക്കെ ലവറൊക്കെ കാണുമ്പോൾ ഭയങ്കര പ്രശ്നം. അത് കാണുമ്പോ തന്നെ നമുക്ക് പ്രേമിക്കാനുള്ള മൂടങ്ങ് പോകും അല്ലേ? അതാ നല്ലത്. ഒള്ളി വൈബ് അതായിരിക്കും നല്ലത്. ഓൺലി വൈബോ? വൈബായിട്ടങ്ങ് പോണേല്ലേ നല്ലത്. അത് ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ഞാൻ തൊപ്പിയുടെ കാര്യം ചോദിക്കാൻ പറ്റുമായിരുന്നു. തൊപ്പിയുടെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? അപ്പൊ ഈ റിയാക്ഷൻ വീഡിയോസുകൾ ചെയ്യാൻ ഇഷ്ടമാണ്. ആദ്യം എനിക്ക് ചുമ്മാ 2 വീഡിയോ ചെയ്തതാ. അതിൽ നിന്ന് തന്നെ കുറച്ച് എയറിലായി. അപ്പൊ അത് എയറിലായപ്പോ തന്നെ നിർത്തിയില്ല. ഞാൻ വീണ്ടും എനിക്ക് ഇത് ചെയ്യാൻ ഒരിത് വന്നു. എയറിലായി കഴിയുമ്പോൾ കുറച്ചുകൂടി ഊർജ്ജം വന്നു. ഊർജ്ജം വന്നു. പിന്നെ എന്തേ നിർത്തിയേ? റിയാക്ഷൻ അങ്ങ് നിർത്തി. റിയാക്ഷൻ ചെയ്താ ഇവിടം വരെ അറിയത്തുള്ളൂ, ഉടല് മാത്രം വരലേ ഉള്ളൂ. ഫുൾ വീഡിയോ ഇടണമെങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ച് ആൾക്കാരെ മുന്നോട്ട് ഇറങ്ങി കഴിയില്ല. നമ്മുടെ വീഡിയോയിൽ മൊത്തം നമ്മുടെ ഫുൾ ഫിഗർ ഫുൾ തല വരണം. അല്ലെങ്കിൽ പകുതി ആളും പകുതി വേറെ ആയി പോയാൽ അങ്ങനെ തോന്നും. അതിപ്പോ ഇതിലങ്ങനെ ആയിരിക്കുമല്ലോ, ഇന്റർവ്യൂവിൽ പകുതി എന്നെ കാണിക്കൂല, എന്റെ ഭാഗം കട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അറിയായിരിക്കില്ല. ഇപ്പൊ ചിലപ്പോൾ അറിയായിരിക്കില്ല എല്ലാവർക്കും. ഇനിയിപ്പോ ഇത്ര പാസ്പോർട്ട് സൈസ് കണ്ടാലും ആളുകൾ അറിയുമല്ലോ എന്നല്ലേ? ഭയങ്കര ക്രൂക്കഡ് ആണല്ലേ? മാഗിയൊക്കെ വെക്കുമ്പോ അങ്ങനെ അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ക്രൂക്കഡ് ആണോ, നല്ല ക്രൂക്കഡ് മാഗി ആണോ എന്ന് കേട്ടിട്ടുണ്ട്. അതാണോ ക്രൂക്കഡ് മാഗിയോ? ക്രൂക്കഡ് മീൻസ് നമ്മൾ പറയില്ലേ ഭയങ്കര കണ്ണിങ് ആണ്. കണ്ണിങ് മലയാളം എന്താ പറയാ, ഭയങ്കര കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം നമുക്ക് ഒരു കാര്യം ഇവിടെ ചെന്ന് എത്തിക്കുന്നത് ക്രൂക്ക്ഡ് ആയിട്ട് നമ്മൾ ചിന്തിച്ച് അവിടെ എത്തിക്കും എന്ന് പറയത്തില്ലേ? ചിന്തിച്ച് അവിടെ എത്തിക്കുന്നു. എങ്ങനെ ഒന്നുമില്ല വായിച്ചോ. അല്ല, ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാണോ? മനസ്സിലാവുന്നുണ്ട്. പിന്നെ കുട്ടി പറഞ്ഞെല്ലാം മനസ്സിലാവുന്നുണ്ട്. പറഞ്ഞോളൂ. ഓക്കെ, ഇനി എന്താ ചോദിക്കണ്ടേ? നീ മറന്നു പോകുന്നു. എന്നെ കണ്ടിട്ട് മറന്നോണാണ്. അയ്യോ, കണ്ടിട്ട് അങ്ങനല്ല. നമ്മളിത് സംസാരിക്കുമ്പോൾ നമുക്കൊരു കണക്ഷൻ കിട്ടി പോകുമല്ലോ. ഞാൻ പലതും പകുതി കട്ട് ചെയ്ത് പോവാ. അതാ ഞാൻ ചോദിച്ചത്, എന്നെ കണ്ട അവിടെ ഓരോ വാക്കുകൾ സ്റ്റോപ്പ് ആവുകയാണോ? അതാ എന്റെ കുഴപ്പം. ഭംഗി കണ്ടിട്ട് എന്റെ പൊന്നു. അല്ല, ഭംഗി മാത്രമല്ല, എന്റെ വാക്കുകൾ കേട്ട് അവിടെ സ്റ്റോപ്പ് ആവണം. പറയാൻ പറ്റുന്നില്ല അല്ലേ? അടുത്ത ഡയലോഗുകൾ എവിടെ തുടങ്ങണം? ഈ വാച്ചാതിരിക്ക് മുന്നിൽ ഞാൻ അങ്ങനെയാണോ? അതാണ് ഏറെക്കുറെ അങ്ങനെയല്ല. എനിക്ക് വീണ്ടും സംസാരിക്കാനായ ടോപ്പിക് ആണെങ്കിൽ നമുക്ക് കമ്മിറ്റഡ് ആയാലോ എന്ന് ഉള്ള ഒരു തീം എടുത്താലോ ഒന്ന്. അത് വേണ്ട, അത് ഇഷ്ടമല്ലല്ലേ?
അല്ല അത് കുറെ ഓടിയ തീമഞ്ഞ് ഓടണ്ടല്ലേ? അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു. എന്ത് കാര്യമില്ല അവരുടെ യൂട്യൂബിൽ ഇങ്ങനത്തെ കണ്ടന്റ് കുറെ ഓടിയതാണ്. ഓ അങ്ങനെ ഓടിയുണ്ടല്ലേ? നമ്മൾ കുറച്ചും കൂടി അതല്ലാത്തത് പോകുന്നതല്ലേ ബെറ്റർ അല്ലേ? ബെറ്റർ അതാ. പിന്നെ നമുക്ക് പ്രാങ്കോട്ട് ബന്ധപ്പെട്ട് ചോദിക്കും അല്ലേ? അതാണല്ലോ നമ്മുടെ പ്രൊഫഷൻ. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പൊ ഇൻസ്റ്റയിൽ ഭയങ്കര വൈറലാണെങ്കിൽ അതിനൊരു ഇൻകം എന്തായാലും ഉണ്ടാവും അല്ലേ? ഇൻസ്റ്റയിൽ ഒരു ഇൻകം ഇല്ലേ? പിന്നെ അതും സംശയമാണ്. ഓക്കെ ഉണ്ട്, പക്ഷെ ഇത് നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ആയിരിക്കില്ലല്ലോ. 2 വർഷം മറ്റേ ടിക്ടോക്ക് അടിച്ചു പോവുകയാണെങ്കിൽ ഇൻസ്റ്റ അടിച്ച് പോകും. അത് പറയാൻ പറ്റില്ല. അതാണ്. അപ്പൊ വേറെ നമ്മൾ സൈഡായിട്ട് വേറെ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ? ബിസിനസ് പ്ലാൻ ബിസിനസ് ആയിട്ട് ചെയ്തായിരുന്നേ കൊള്ളായിരുന്നു. ബിസിനസ് ആയിട്ട് ചെയ്യാൻ പുറത്തു പോകാൻ തന്നെ ബിസിനസ് ആയിട്ട്. പുറത്തു പോകാൻ താല്പര്യമില്ല. മീനിനൊക്കെ എന്താ വില ഇപ്പം? മീന് നല്ല വില ഉണ്ടോ? മീൻ ബിസിനസ് തുടങ്ങാനാ? അല്ല ചോദിച്ചതാ. മീനിന്റെ വില കാണുമായിരിക്കും. പശുവിന്റെ ഫാമ ബിസിനസ് പ്ലാൻ ആണോ? ഇതൊക്കെ എന്നോട് ചോദിക്കണേ. പശു അതാ ഞാൻ കുട്ടിയുടെ ചോദിച്ച, കുട്ടിക്ക് ബിസിനസിനെ കുറിച്ച് വല്ല അറിയെങ്കിൽ പറഞ്ഞുതരാൻ. എനിക്ക് പശു മീനൊക്കെയാണോ ഞാൻ വളർത്തുന്നത്? എന്തെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തന്നാലോ. അതുകൊണ്ട് ശരിക്കും എന്താ പ്ലാൻ? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, മീനും പശുവൊക്കെ അത് ജീവനുള്ളതിൽ ജീവജാലങ്ങളോട് ഭയങ്കര ഇഷ്ടവും. പെറ്റ്സിനോട് ഭയങ്കര. പട്ടി വിൽക്കൊണ്ടായിരുന്നു. പട്ടിയുണ്ടോ? പട്ടി ഞാൻ പട്ടി വിൽക്കലുണ്ടായിരുന്നു പറഞ്ഞു. എൻ്റെ വീട്ടിലുണ്ട്, പട്ടി ഉണ്ടായിരുന്നു. ഓക്കെ, അതിന് ഓക്കെ, പട്ടിയുടെ കുഞ്ഞുങ്ങളെ വിൽക്കൊണ്ടായിരുന്നു. പിന്നെ വലുതിനെ വിൽക്കുന്നുണ്ടായിരുന്നു. കുട്ടിയുടെ വീട്ടിൽ പട്ടി ഉണ്ടോ? ഇല്ല. ഇല്ലേ? എനിക്ക് പട്ടീനെ പേടിയാ, ഭയങ്കര പേടിയാ. അതിനെ അങ്ങോട്ട് ചെന്ന് കടിയായിരുന്നാൽ മതി, എന്തൊന്നും ചെയ്യത്തില്ല. അവിടെ ഞാൻ പട്ടീനെ അങ്ങനെ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. ഓക്കെ, നമുക്ക് ബിസിനസിന്റെ ബാക്കി പറയുന്നുണ്ടോ? ബിസിനസ് ചോദിച്ചോ, നമുക്ക് ഇഷ്ടമുള്ള ബിസിനസ് ഇപ്പൊ എല്ലാവരും പാർട്ട്ണറാവുന്നെങ്കിൽ ഓക്കെ. പട്ടി ബിസിനസ്സിലാണ്. നമുക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് തുടങ്ങിയാലോ? അത് നല്ല ഓപ്ഷൻ അല്ലേ? എന്താ ഉദ്ദേശിക്കുന്നത്? അത് കുട്ടി പറഞ്ഞു, എനിക്ക് ഓക്കെ. ഓൺലൈൻ മാർക്കറ്റിംഗ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്താൽ പോലെ. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാൻസ് ഒക്കെ പുറത്താവും. വളർന്നു വരുന്ന കമ്പനി അല്ലേ? കമ്പനി അതാ പറഞ്ഞു. ഓക്കെ, ഈ പ്രാങ്ക്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇങ്ങോട്ട് നോക്ക്. ഇത് ഇങ്ങനെ തിരിഞ്ഞു വരുമായിരുന്നു. അതെന്താ സ്ലോ മോഷൻ? അതുകൊണ്ടാ. അതല്ല, ഇതെനിക്ക് കാണുമ്പോൾ എന്താ ക്ലാസ്സിൽ ഇങ്ങനെ പഠിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങോട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞാൽ പിടിച്ചിരുത്തില്ലേ? ആ അവസ്ഥയാണ് ഇപ്പൊ എനിക്കെന്ന്. ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് നോക്കൂ. ഓക്കെ, ഇത് പവർ ഗ്ലാസ് ആണല്ലോ, അത് സ്റ്റൈലായിട്ട് വെച്ചാണോ? അല്ലല്ല, എന്നെ ആള് മാറിപ്പോയത് മാറ്റിയാ. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് കണ്ണട ഇല്ലാതെ കുറച്ചുകൂടി നല്ലതായി തോന്നിയത്. പക്ഷെ കണ്ണ് റെഡായിരിക്കുന്നു. വെച്ചു ഇതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ റെഡാവും കണ്ണട. കണ്ണിന് എത്ര ഞാൻ പറഞ്ഞ ഷോർട്ട് സൈറ്റ്, അത് ഊരി കഴിഞ്ഞാൽ കണ്ണ് റെഡാവും. റെഡാവും. ഒരു 5 സെക്കൻഡ് ഇരുന്നാലും മതി, ഒരു 10 സെക്കൻഡ് ഇരുന്ന് കഴിഞ്ഞാൽ റെഡാവും. ആണോ? പ്രാങ്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ വല്ല അടിയോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അടി കിട്ടണമെന്ന് വെച്ചാ ഇല്ല. പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നീ എന്തോടാ കാണിക്കുന്നത്? ചോദിച്ചിട്ടൊക്കെ പബ്ലിക്കിന്റെ വീഡിയോ എടുക്കണ്ടേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫോണിലൊക്കെ കയറി പിടിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ആണോ? പിന്നെ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേന്ന് ചോദിച്ചത്. അത് ആണുങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള, പെൺപിള്ളേരൊന്നും വലിയ സീനില്ലായിരുന്നു. പെൺപിള്ളേർ ചേട്ടാ വീഡിയോ ഡിലീറ്റ് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ അത് അത് ചെയ്യാൻ നേരം അവിടുത്തെ ഗേൾസ് ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. ഒറിജിനലായിട്ട് ഞാൻ അവിടെ നിന്ന് ഇട്ടുകൊണ്ടിരുന്നപ്പോഴേ അവർക്ക് മനസ്സിലായോ? അല്ല, മനസ്സിലായി. ഇവര് ഞാൻ തന്നെ ബാഗിലോട്ട് നോക്കിക്കൊണ്ടിരിക്കും, നിർത്താത്ത. ഇതിനും മാത്രമേ ഇരിക്കുന്നത്. അതാ ഞാൻ ബ്ലൂടൂത്ത് സ്പീക്കർ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ആണോ? ഒറിജിനലായിട്ടല്ലത്. എന്റെ ദൈവമേ, അല്ലല്ല, അത്ര സൗണ്ട് അങ്ങനെ വരത്തില്ലല്ലേ. ബ്ലൂടൂത്ത് സ്പീക്കർ ബെൽറ്റിന്റെ അടിയിൽ ബ്ലൂടൂത്ത് സ്പീക്കർ ബാഗ് കെട്ടി വെച്ചിട്ട് അവരുടെ മുമ്പിൽ ചെന്ന് ഞാൻ കുനിഞ്ഞിരുന്നത്. ഈ കണ്ടന്റ് ആരാ പറഞ്ഞേ? ഞാൻ സെറ്റ് ചെയ്തെടുത്തു. ഈ രക്തത്തിൽ വേറെ ആർക്കും പങ്കില്ല. തൊലിക്കെട്ടിയുടെ ബന്ധം ഞാൻ തന്നെ. തൊലിക്കെട്ടി പ്രാങ്കുകളെല്ലാം ഞാൻ തന്നെ. പാട്ട് പാടല്, പബ്ലിക്കായിട്ട് പാട്ട് പാടല്, ഇത് അങ്ങനെ തൊലിക്കെട്ടി ഉണ്ടല്ലോ. മെട്രോയിലെ ഒരു പാട്ട് പാടിയായിരുന്നു. അല്ലാതെ ഈ ആളുകൾ നമ്മളിങ്ങനെ, അതായത് ഇതെന്താ ചെയ്യുന്നത് ഇങ്ങനെ നോക്കൂലേ, അതായത് ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു നോട്ടം വരും. ആരും നോക്കാറില്ല. ഞാൻ അതാ ചോദിക്കാൻ, കാരണം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. തൊലിക്കെട്ടി ചെയ്യുന്ന സമയത്ത് ഞാൻ ആരെയും മുഖത്ത് നോക്കാറില്ല.
ഞാൻ എൻ്റെ വാവ ഇപ്പോൾ വിളിക്കുവാണെങ്കിൽ ആ വാവയെ ഒറിജിനലാക്കുമോ ഞാൻ അവിടെ എൻ്റെ ഡ്രീമിൽ കൊണ്ടുവരുമോ വാവയെ. അപ്പൊ സത്യം പറഞ്ഞ അഭിനയത്തിലേക്കുള്ള ഒരു എന്താ പറയാ ഒരു പ്രാക്ടീസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ചെയ്യുമ്പോഴേ എനിക്കത് ഫീൽ ആവത്തുള്ളൂ. ഞാൻ ഇവിടെ അഭിനയിക്കല്ല, ജീവിക്കുക. അത് ജീവിക്കുക. ഞാൻ അഭിനയിക്കുന്നില്ല, സത്യം പറയാൻ അഭിനയിക്കുന്നില്ല എവിടെയും. ക്യാമറ എടുത്താൽ തന്നെ ഞാനിപ്പോൾ ഓൾറെഡി നേരെ അങ്ങ് ചെല്ലുന്നത് കണ്ടന്റ് സെറ്റ് ചെയ്തിട്ടൊന്നുമല്ല, നേരെ ചെന്ന് അങ്ങ് പറയുകയാണ് ചെയ്യുന്നത്. വായി വരുന്നത് അങ്ങ് പറയുകയാണ് ചെയ്യുന്നത്. ചിലത് മാത്രം കൂട്ടുകാർ കണ്ടന്റ് പറഞ്ഞ് എനിക്ക് തരും. അത് ഇതങ്ങനെ പറഞ്ഞാൽ അവിടുത്തെ ഡയലോഗുകൾ മറക്കലെന്ന് പറയും. അപ്പോൾ എനിക്ക് ആ മെമ്മറി പവർ ഉള്ളൂ, ഞാൻ ഓർത്ത് വെച്ചേക്കും ആ 2 ഡയലോഗ് എടുത്തിടാനായിട്ട്. എന്നിട്ട് അവിടെ വെച്ച് സ്ലോ മോഷനെ കട്ട് ചെയ്ത് മിന്നലേ സോങ്ങൊക്കെ കയറ്റി അങ്ങ് എഡിറ്റ് ചെയ്ത് ഇടും. അങ്ങനെ അടിച്ചു തരും. അല്ല, ഞാനിത് ചോദിക്കാൻ വന്നത് കാരണം ഇത്രയും ആളുകൾ ഇപ്പം നമ്മുടെയൊക്കെ പ്രശ്നം നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കും കുറേ പേര് നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇവരെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്, എൻ്റെ ഡ്രസ്സിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ എൻ്റെ ഹെയർ സ്റ്റൈൽ. ആദ്യം എൻ്റെ ഫസ്റ്റ് പ്രാങ്ക് എന്ന് പറയുന്നത് ഞാൻ കവറൊക്കെ ഇട്ടാണ് ഇറങ്ങിയത്. കവർ, അത് കഴിഞ്ഞിട്ട് ചാക്ക്, അത് കഴിഞ്ഞിട്ട് സ്കൂൾ പിള്ളേരുടെ വേഷം. കൊല്ലം ബീച്ചായിരുന്നു. അല്ല, കൊല്ലം ബീച്ചും വർക്കല ബീച്ച്. 50 പൈസ കവറില്ലേ, അത് സൂപ്പറായിട്ട് നമുക്ക് ഡ്രസ്സായിട്ട് ഉപയോഗിക്കാം. ആണോ? ആ പിന്നെ ട്രൈ ചെയ്ത് നോക്ക്. 50 പൈസയുടെ കവറേ കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഇപ്പോൾ ഇവിടം വരെ ഇപ്പോഴത്തെ പിള്ളേരെ കണ്ടില്ലേ ഓരോ ഗേൾസ് ഇവിടെ വേറെ കാണിച്ചുകൊണ്ട് നടക്കുന്നത്, അത് കണക്ക് ഇട്ടുകൊണ്ട് നടക്കാം. എന്തിനാ വെറുതെ 50 രൂപ എടുത്തു കഴിഞ്ഞാൽ ഡ്രസ്സായി. പക്ഷെ അത് എവിടെയെങ്കിലും തട്ടി കീറിപ്പോയത്. അത് ക്വാളിറ്റിയുള്ള കവർ മേടിക്കണം. അല്ല, എത്ര ക്വാളിറ്റിയുള്ള കവറാണെങ്കിലും ഇപ്പൊ എവിടെയെങ്കിലും തട്ടുമ്പോഴത്തേക്ക് ഈ ഡ്രസ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കീറത്തില്ലല്ലോ. അല്ല, നല്ല കവറുകളുണ്ട്. എൻ്റെ കവർ കീറിയൊന്നുമില്ല, നല്ല കവറായിരുന്നു അത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇടാൻ പറ്റത്തുള്ളായിരുന്നു. പറ്റത്തില്ലായിരുന്നു. ഞാൻ ഇട്ടുകൊണ്ട് നടന്നത്. ഇത്ര പേരെ ഫാൻസ് ആയെന്നറിയാവോ? ചേട്ടന്മാരൊക്കെ നോട്ടം പ്രശ്നമോ? മനസ്സിലായോ ഇപ്പൊ പെമ്പിളരുടെ ബുദ്ധിമുട്ട്? അത് മനസ്സിലായോ? എന്തിനാ പിന്നെ ഇത്ര പെട്ടെന്ന് പെമ്പിളർ ഇട്ടുകൊണ്ട് നടക്കുന്നത്? എന്തിനാന്ന് പിന്നെ ഇടാണെന്നാ പോലെ വരെ സാരി കൊടുത്തോണ്ട് നടന്നു. പിന്നെ സാരി ഇപ്പൊ സെക്സി ആയിട്ടുള്ള ഡ്രസ്സ് അല്ല എന്നാ പറയുന്നത്. സാരി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ വയറ് സാരി എടുത്താലും കാണത്തില്ലേ? പർദ്ദ ഇടുന്നാ പിന്നെ അതല്ലേ നല്ലത്. എന്റെ ലവ് പറഞ്ഞാൽ പർദ്ദ ഇറങ്ങൂ. ആണോ? ഒന്നും കാണരുത്. ഞാൻ ഒരു വീഡിയോ വരെ ചെയ്തു. കണ്ണ് അവിടെ കണ്ണ് കുഴപ്പമില്ല, കണ്ണ് കണ്ടോട്ട്. നെറ്റാണോ അവിടെ? ആ നെറ്റ് വേണ്ട, കണ്ണെങ്കിലും കണ്ടോട്ട് പാവം. ഇച്ചിരി വെളിച്ചം കയറണ്ടേ അല്ലെങ്കിൽ. പക്ഷെ ഈ കണ്ണ് കണ്ടിട്ട് ആരാധകർ വരും. ഈ സാധനം ഇങ്ങനെ പൊക്കുമ്പോഴത്തേക്ക് കണ്ണിനോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോഴും പ്രശ്നമാണ്. ആ കണ്ണ് മാത്രം കണ്ടിട്ട് പോവരുത്. മാസ്ക് കണ്ടിട്ട് ഒരു കാലം ഉണ്ടായിരുന്നു. ആ ശരി, ഇവിടെ ഇത്രയുള്ള പോഷൻ കാണുമ്പോ ചെന്ന് കേറിയതാ. പെട്ടതാ? മാസ്ക് ഒരുപാട് ആളാക്കുന്നത്. അത് ശരിയാട്ടോ. നമ്മൾ ഈ മാസ്ക് ഇടുമ്പോഴേ, മാസ്ക് വെക്കുമ്പോഴും അത് അഴിക്കുമ്പോഴും ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യും. ഭയങ്കര ഡിഫറൻസ്. മാസ്ക് ഇടുമ്പോൾ വേറെ കിടിലം പിള്ളേരാന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നത്. ഈ ഒരു പോഷൻ പ്രശ്നം എന്ത് പിടിച്ചു? എടാ ബോഡി ഷേമിംഗ് സീനാവും. നീ എയറിലാവും കേട്ടോ. ആണല്ലേ? ശരി. ഗേൾസ് എല്ലാം കൂടെ ഫെമിനിസ്റ്റ് ഒക്കെ ആണോ എന്നെ എയറിലായികളെ എന്നെ എടുത്തോണ്ട് പോവും. അതാണെങ്കിൽ നിന്റെ ടാർഗറ്റ് പീപ്പിൾ എന്ന് പറയുന്നത് ഗേൾസ് ആണ്. അവരെ വെച്ചാണല്ലോ വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെ മാസ്ക് ഒന്നും ആരും ഇടാറില്ലല്ലോ. ഇപ്പൊ ഇല്ല. കൊറോണ മാറിയില്ലേ? ഉള്ള സമയത്ത് ആരെയും ഞാൻ പറഞ്ഞേ, അന്നൊന്നും ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇല്ല, ഈ ഇടയ്ക്കാണല്ലേ, റീസെന്റ് ആണ്. അന്ന് കൂട്ടുകാരന്മാ നമ്മള് കൂടെ പോകുമ്പോൾ പറയാം, അടിയാ അവിടെ കൊള്ളാലേ കഴിക്കില്ല കണ്ണിന്റെ പോലെ. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ പെങ്കൊച്ചിന് പറഞ്ഞിട്ട് കൊണ്ടുപോയാലും പ്രശ്നമല്ലേ കണ്ണ്. ഇപ്പോഴത്തെ അന്നത്തെ സമയത്തൊന്നും ഈ വയറാണിയ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ വന്നപ്പോഴല്ലേ വയറാണിയ ഡ്രസ്സ്. കൊറോണ ഇപ്പൊ 20-21 അധികം വർഷമായിട്ടില്ല. അത് തന്നെ. ആ സമയത്തൊന്നും ഇല്ലായിരുന്നത് വയറണിക്കുന്ന ഡ്രസ്സോ. വേറെ അടിക്കുന്നില്ല. കൂടുതലും കണ്ടു തുടങ്ങിയത് ഞാൻ ഈ 2 വർഷം, ഒരു 1-2 വർഷം ആയതേ ഉള്ളൂ. പണ്ടുണ്ടാ? ദൈവമേ, കേരളത്തിലായിരിക്കില്ല കുട്ടി. ഇപ്പോ ഇവിടുന്ന് അല്ലല്ല ഉണ്ട്. ഇപ്പൊ കൊച്ചിയിലാണെങ്കിലൊക്കെ ഉണ്ട്. വേണമെങ്കിൽ എനിക്ക് കുറച്ച് അകത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും. അങ്ങനെ കൊച്ചിയിലോട്ട് വരത്തില്ലായിരുന്നു. അതായിരിക്കും. ഇനി കൊച്ചിയിലോട്ട് വരാനുള്ള പ്ലാൻ ഉണ്ടോ? വിളിച്ചാൽ വരാം. ഓക്കെ. അതല്ല, വീഡിയോസ് ചെയ്യാൻ കുറച്ചും കൂടി അതായത് സ്പേസ് അല്ലെങ്കിൽ കുറച്ചും കൂടി ആളുകളും കുറച്ചും കൂടി ഓൺ സ്പേസ് ഇവിടെ കൊച്ചിയല്ല. അത് സത്യം. അത് കൊല്ലത്ത് പോരാ. അപ്പൊ ഇങ്ങോട്ടൊന്ന് കൊച്ചിയിലാണെങ്കിൽ തെറിക്കും, കത്തിരിക്കും. ആൾക്കാരെല്ലാം സീനാണ്. ആൾക്കാരൊക്കെ ഓണാണ്. നല്ല അടിപൊളി വൈബ്, അടിപൊളി ഓണാണ്, ടീമാണ് എന്നൊക്കെ പറഞ്ഞു വരും. ശരി. കൊച്ചിയിൽ ഫ്രണ്ട്സ് ഉണ്ടോ? ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ ട്രെയിനിൽ തന്നെ വന്നപ്പോൾ തന്നെ മറ്റേ ടീമാണ് എന്നൊക്കെ പറഞ്ഞ കുറേ ടീമുകളൊക്കെ വന്നായിരുന്നു. ഓക്കെ. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചല്ലോ അല്ലേ? നേരെ ഇരിക്കി. നല്ല കുട്ടി. ഓക്കെ. അപ്പൊ ഇത്രയും നേരം സംസാരിച്ചല്ലോ. ഇനി ഞാൻ ഒരു ടാസ്ക് തരട്ടെ? ആരെങ്കിലും ഇപ്പോൾ ഫോണിൽ പ്രാങ്ക് ചെയ്യാൻ പറ്റുമോ?
എനിക്ക് ഫോൺ പറ്റില്ല, ഡയറക്റ്റ് പറ്റത്തുള്ളൂ അങ്ങനെയാണോ? ഡയറക്റ്റ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഫോണിലൂടെ അങ്ങനെ ആരെയും പ്രാങ്ക് ചെയ്തിട്ടില്ല. ഒരാളെ ചെയ്തായിരുന്നു, അത് കസ്റ്റമർ കെയർ ചേച്ചിയായിരുന്നു. ചേച്ചി എന്നെ ഇങ്ങോട്ട് വിളിച്ച് സിം ഉണന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ ഇരട്ടി എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു, പാവം. പിന്നെ അവസാനം ഞാൻ പറഞ്ഞ പ്രാങ്കാണ്. അപ്പൊ ഈ പ്രാങ്ക് എന്നുള്ളത് ജന്മസിദ്ധമായി അകത്തോളം കിടക്കണ ഒരു സാധനമാണല്ലേ? സംസാരിച്ച് പോകും, ഞാൻ 8 വട്ടാകും, അത്രേ ഉള്ളൂ. അവർക്കാകുമ്പോ കട്ട് ചെയ്ത് പോവാനും ഒക്കത്തില്ല. അതുകൊണ്ട് കസ്റ്റമർ കെയർ ചേച്ചി അവിടെ നിന്ന് പോയി. ജോലിക്ക് വേണ്ടി വിളിച്ചതങ്ങണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പോ അങ്ങനെ ആരെങ്കിലും പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞാൽ പറ്റുമോ? ഇപ്പം പ്രാങ്ക് ചെയ്യാൻ കൂട്ടുകാരെ വിളിച്ച ഒരു കൂട്ടുകാരനെ വിളിക്കാം. ഓക്കെ, ഒരു കൂട്ടുകാരനെ വിളിക്കാം. എന്താ പറയാൻ പോണേ? എന്ത് പറയണം, ഇവിടുത്തെ ഒരു കുട്ടിക്ക് ഇഷ്ടമായെന്ന് പറയട്ടെ. എന്തൊരു പറയട്ടെ, എന്താ പറയാൻ പോണേ? എന്ത് പറയും? കൊച്ചിയിലൊരു ഞാൻ ഇവിടെ കൊച്ചിയിലുണ്ട്. എടാ, ഞാൻ ഒരു ദിവസം സ്റ്റോറിയിൽ നിൻ്റെ സ്റ്റോറി ഇട്ടായിരുന്നു. നമ്മളിരിക്കുന്ന 2 സ്റ്റോറി ഉണ്ട്. അപ്പം നീ എവിടെയാണെന്ന് പറഞ്ഞ് 2 പിള്ളേർ ചോദിച്ച് നിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത് കേട്ടോ. നീ വന്നായിരുന്നേ കൊള്ളായിരുന്നു പറയാമെന്ന് പറയാം. ആ ചേട്ടനെ അവിടെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു പറയാം. അപ്പം അവൻ്റെ അഭിപ്രായം കേൾക്കാൻ അവയിപ്പോൾ അത് വിളിക്കുന്ന വിളി ഇപ്പൊ തന്നെ പുള്ളി വണ്ടി പിടിച്ച് വരുമോ? ചിലപ്പം കയറും. അങ്ങനെയുള്ള ഒരു ഉത്തരം. നല്ല കൂട്ടുകാരനെ, പാവം. നല്ല കൂട്ടുകാരൻ, നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരു ലവ് സെറ്റ് ആയാൽ മതി. അതിനു വേണ്ടി ഓടി നടക്കുവാണോ? ഫോണെടുത്ത്. ഹലോ, എവിടാ? എവിടെ? പിന്നെ ഞാൻ ഇവിടെ കൊച്ചിയിൽ വന്നു. ഞാൻ പറഞ്ഞ സ്റ്റോറി കണ്ടില്ലായിരുന്നു. ഞാൻ അന്ന് മറൈൻ ഡ്രൈവിലേ ഞാൻ അവിടെ ഒന്ന് ഇരുന്നപ്പോഴേ എൻ്റെ അടുത്ത് ചോദിച്ചടിയ ചേട്ടനൊരു അനിയനോ ചേട്ടനോ വല്ലതും ഉണ്ടോന്ന്. ആരെയാ? നിന്നെ, പിന്നല്ലാതെ നിന്നെ തന്നെ നീ പറഞ്ഞല്ലേ. മറൈൻ ഡ്രൈവിൽ നമ്മളവിടെ ഇരുന്നതാ. ഞാനുണ്ടായിരുന്നു, സൂരജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ 2 പെമ്പിള്ളേരാ എൻ്റെ അടുത്ത് ചോദിച്ചടിയാ. ഇത് കണക്ക് അന്ന് മറ്റേ സ്റ്റോറി ഇട്ടില്ലായിരുന്നു, ചേട്ടനെ കണക്ക് തന്നെ ഇരിക്കുന്ന ഒരു കണ്ണാടിയിട്ട വേറൊരു ചേട്ടൻ ഇല്ലായിരുന്നു അന്ന്. നല്ല പെമ്പിള്ളേരാട്ടാ. എന്തുവാടാ? എവിടെ? അങ്കമാലി അങ്ങനെയാണ്ട സ്ഥലം പറഞ്ഞ. കൊള്ളാൻ കേട്ടാ. ഇത് എനിക്ക് വയ്യ, നിന്നെ കൊണ്ടുവരണ്ടേ ആയിരുന്നടിയ. കേട്ടില്ല. എന്തോ പറയണം, വല്ലതും പറയണോ? സെറ്റാക്കണോ? ഉമ്മ വേണോന്നാ? നിനക്കിഷ്ടമാണെന്നാ? അടിയെ ചുമ്മാ ഇല്ല, എനിക്കൂടെ അടി മേടിച്ച് തരല്ലേ. ഞാനും ഇതുകൊണ്ട് സൂരജും ഉണ്ട്. അവനവിടെ അപ്പുറത്തെ പെമ്പിളരുടെ കമ്പനിയായിട്ട് അവിടെ ഇരിക്കുക. അതാ പറഞ്ഞ കളിയാ, അവനൊന്നും അല്ല ചോദിച്ചത്. ഞാൻ അവര് എൻ്റെ അടുത്ത് നിൻ്റെ പേരാ ചോദിച്ചത്. ഞാൻ അത് ആലോചിക്കുന്ന ആ കണ്ണാടിയിട്ട ചേട്ടൻ, മറ്റേ അവൻ്റെ അമ്പലത്തിലെങ്ങാണ്ട് പോയില്ലായിരുന്നു ഇടയ്ക്ക്. അതിൻ്റെ ഫോട്ടോടാ സ്റ്റോറി ഇട്ടത്. അത് കണ്ട് ചോദിച്ചടാ. കൊള്ളാ ചേട്ടൻ ക്രഷ് അടിച്ചത്. എൻ്റെ മോനെ, നിനക്ക് ക്രഷ് ആടിയ? എനിക്ക് വിശ്വസിക്കാൻ വയ്യ. നീ വരുന്ന വന്നു കഴിഞ്ഞാൽ നിനക്ക് സെറ്റ് ഉറപ്പാ. നൈറ്റ് വണ്ടി കയറുന്ന? ആടാ, നീ മുട്ട അടിച്ചായിരുന്നല്ലേ? എടാ, മുടിയൊന്നും കാര്യമൊന്നും ഇല്ല എൻ്റെ അളിയ. പക്ഷെ മറൈൻ ഡ്രൈവില്ലേ, നിനക്കറിയാലേ പിള്ളേരൊക്കെ. മുടി വെട്ടിയേ? അതാ പറഞ്ഞ, നീ നേരത്തെ ഉമ്മേനെ ചോദിക്കായിരുന്നു മതി. മുടിയാ? നീ വരുന്നെങ്കിൽ വാടിയ, തൊപ്പി എടുത്തിട്ട് വന്നാ മതി. അപ്പൊ പിന്നെ സൂരജ, നമ്മള് 2 പേരും ഉണ്ട്. അവൻ മുട്ടയൊന്നും അല്ല, അവൻ പറഞ്ഞത് നിന്നെ എന്നാ പിന്നെ വിളിക്കാനായിട്ട്. ആ പെൺപിള്ളേർ അതാ ഞാൻ ഒരു ബന്ധുവില്ലാത്ത രീതിയിലൊക്കെ എൻ്റെ അടുത്തൊന്ന് ചോദിക്കുവാണെങ്കിൽ നിന്റെ കാര്യമൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ട് ഞെട്ടിപ്പോയി. മുടിയുണ്ടെങ്കിൽ എന്നാ പിന്നെ വിഗ് കാണാൻ വിളിച്ചോണ്ട് വാ, അതായിരിക്കും നല്ലത്. ഞാൻ എന്തോ പറയണം അവരുടെ അടുത്ത്? പൊക്കോളാൻ പറയട്ടെ, വരുമ്പോഴത്തേക്കും കാണാമെന്ന് പറയട്ടെ. എന്തെങ്കിലും പറയണോ? നേരത്തെ പറഞ്ഞ ഇഷ്ടമാണെന്നല്ലോ. ഇൻസ്റ്റേഡി ചോദിക്കാനാ? അമൃത അമ്മു അങ്ങനെ കണ്ട. അമൃത അമ്മു അങ്ങനെ കണ്ട എൻ്റെ അടുത്ത് പറഞ്ഞു. അമൃത അമ്മു പിന്നെ എന്തോ ഷാഡോ ഏഞ്ചലോ അങ്ങനെ കണ്ട പേര് പറയുന്ന കേട്ട്. അതെൻ്റെ ഇൻസ്റ്റയിലെ ഫോളോവേഴ്സിൻ്റെ കിടപ്പുണ്ട്. വേറെ വല്ലതും പറയണോ നിനക്ക്?
തിരക്കിന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? അല്ലേ ചില്ല് ടീമുകളാ, വേറൊന്നും പറയണ്ടല്ലേ? ഓക്കെ അടിയാ, എന്നാ ശരി ശരി. പുള്ളി ഇപ്പൊ വരും എങ്ങ്? എന്റെ പൊന്നു, അവന് മുട്ടയടിച്ച് അല്ലായിരുന്നെങ്കിൽ വന്നോളാം ഞാൻ. വരുന്ന വന്നിരിക്കും, രാത്രി തന്നെ ട്രെയിൻ കയറും. ട്രിവാൻഡ്രത്ത് പോയപ്പോ പകുതി വരെ വന്നിട്ട് തിരിച്ചു പോയതാണ്. ശരിക്കും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ചു നമ്മുടെ സിനിമയിലൊക്കെ കോമഡി ആയിട്ട്. ഇല്ല ഉണ്ട്. പിന്നെ ആര് പറ്റിച്ചെന്ന് പറയണ? ഹലോ അളിയാ പിന്നെ ഹലോ കേക്കാവോ? ചുമ്മാ നിന്നെ പറ്റിക്കാൻ വേണ്ടി ഒരു പ്രാങ്ക് ചെയ്യാൻ വിളിച്ചതാട്ടാ. അറിയായിരുന്നു? അതെങ്ങനെ? ഇവിടെ ഒരാൾ വന്ന് മറ്റേ വെളിയിൽ ഇന്റർവ്യൂ എടുക്കുന്ന ടീമുണ്ടല്ലോ, അപ്പൊ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് പറ്റിക്കാവോ? എടാ ഞാനാ നിന്റെ അടുത്ത്, എടാ ഞാൻ മനഃപൂർവ്വം അല്ല, അവരോട് പറഞ്ഞിട്ട് വിളിച്ചതാണ്ടാ, പ്രാങ്കായിരുന്നു. എടാ നിനക്ക് വിശ്വസിക്കാൻ വയ്യേ? എടാ സത്യമായിട്ട് പെമ്പിളരൊന്നും ഇല്ല. ഓ ആദ്യം എന്നിട്ടാണോ ഇഷ്ടമാണ് അങ്ങോട്ട് പറയാം. ഇൻസ്റ്റാഡി വേണ്ടേ? അമൃതാമോ ഷാഡോ ഏഞ്ചൽ അമൃതാമോ മെസ്സേജ് അയക്കണം. വേണേ ഷാഡോ ഏഞ്ചലിന്റെ ഫോൺ കൊടുക്കണോ? ഷാഡോ ഏഞ്ചൽ ഫോൺ കൊടുക്കുക. ഹലോ ശരിക്കും വിശ്വസിച്ചായിരുന്നോ? ഇല്ല അല്ല, ഞാൻ വിചാരിച്ചു ഇനി മുടി ഇല്ലാത്തോണ്ടാണോ ഇങ്ങോട്ട് വരാതിരുന്നതെന്ന്. പക്ഷെ അമൃതാമ്മ ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നല്ലോ. ഓക്കെ ബ്രോ, താങ്ക് യു. പാവം പുള്ളി കേട്ടോ, വീണെടുത്ത് കിടന്ന് വരുള്ളൂ. പാവം പുള്ളി. അപ്പൊ ഓക്കെ, എനിവേ എന്തായാലും ഹാപ്പി കണ്ടതല്ലേ. എനിക്കിപ്പോ ഒരു ഇന്റർവ്യൂ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല, ഒരു ചിറ്റാറ്റ് പോലെ ഉണ്ടല്ലേ? ചിരിച്ചാറ്റല്ല ചിറ്റാറ്റ് ഒന്നുമില്ല, ഒരു ചിരിച്ചാറ്റ് പോലെ ഉണ്ട്. ഓക്കെ വീണ്ടും നമുക്ക് തുടരാൻ മെസ്സേജ് അത് കാണിക്കാം. ഓക്കെ നമ്പർ ചോദിക്കുന്നില്ല ശരിയല്ല. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതില്ലായിരുന്നു മറ്റേ കാറിന്റെ മറ്റേ ഇടിച്ച് വണ്ടി. കാറുണ്ട് പക്ഷെ ആ പെണ്ണില്ല, അത് സ്വയം ഞാൻ ഉണ്ടാക്കിയൊരു കഥാപാത്രം. എനിക്ക് സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പിന്നെ അതിൽ പിടിച്ചില്ല. പിന്നെ ചെറിയൊരു വിഷമൊക്കെ വന്നപ്പോൾ കുട്ടി കരയും, കണ്ണിൽ നിന്ന് വെള്ളം വന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇപ്പം പറഞ്ഞത്, എന്നെ വീട്ടിൽ ചെന്ന് വിഷമിച്ചാലോ. അയ്യോ അല്ല, ഞാൻ ഓർത്ത് ഇത് കഴിഞ്ഞിട്ട് അത് ചോദിക്കണം, ക്യാമറ ഓഫ് ചെയ്തിട്ട് സത്യമാണോ എന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു. സത്യമൊന്നുമല്ല, ചുമ്മാതായിരുന്നു. പക്ഷെ എനിക്ക് ഓൾറെഡി സംസാരിക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ്ലി ഇതിൽ ഏതാ സത്യം ഏതാണ് പ്രാങ്ക് എന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ സ്റ്റക്കായിട്ടാണ് പോയത്. അതുകൊണ്ട് കാണുമ്പോഴേ സ്റ്റക്ക് ആവും. അതുകൊണ്ട് ഓക്കെ താങ്ക് യു, ബൈ.